പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ, പണിക്ക് പോയിരിക്കുന്ന അപ്പൻ രാത്രി ഭക്ഷണത്തിലുള്ള വകയും കൊണ്ടുവരുമെന്ന് വിചാരിച്ചുകൊണ്ട് അമ്മയും മക്കളും കാത്തിരിക്കണ പോലെ ജീവിതത്തിൻ്റെ ഓരോ വിഷയങ്ങളിൽ ഘടകങ്ങളിലേക്ക് കടന്നു പോകാൻ വേണ്ടി ഈ പ്രാർത്ഥനയും കാത്തിരിക്കുന്ന അനേക ആയിരങ്ങളുണ്ട് ഇസ്രായേൽ ലോകം മുഴുവനും. ആ മക്കളെല്ലാം ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. ഓർത്തുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയ്ക്ക് മക്കളെ നിങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവ്, ഇന്ന് ആശുപത്രിയിൽ പോകുന്നവരുണ്ട് ഈശോയെ, ഇന്ന് ഓപ്പറേഷന് ഡേറ്റ് ഇട്ടിട്ടുള്ളവരുണ്ട് ഈശോ, അവരെ ഞാൻ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു.
കർത്താവ് അവരെ സന്ധിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യട്ടെ. ഇന്ന് സ്കാനിങ്ങിന് പോകുന്നവരുണ്ട്, ഇന്ന് ടെസ്റ്റിന് രക്തവും മറ്റു കാര്യങ്ങളും ടെസ്റ്റിന് കൊടുത്ത് റിസൾട്ടിന് പോകുന്നവരുണ്ട്. കർത്താവ് അവർക്കെല്ലാം അനുകൂലമായ റിസൾട്ട് കിട്ടാൻ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ഇന്ന് പ്രസവം നിശ്ചയിച്ചിരിക്കുന്നവരുണ്ട്, അത് ഓപ്പറേഷൻ ആകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ചിലർ ഓപ്പറേഷൻ ആകണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. കർത്താവേ, എന്താർക്കും ഓരോരുത്തരും അനുയോജ്യമായതും അവർക്ക് സന്തോഷം തോന്നണമെന്നുമായ കാര്യങ്ങൾ ചെയ്യാൻ നീ അവരെ ഈശോ അവരെ അനുഗ്രഹിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ നിൻ്റെ എല്ലാ ജീവിത തടസ്സങ്ങളെയും നീ ആഴ്ച നേരിടാൻ പോകുന്ന മുഴുവൻ ദോഷങ്ങളെ ഈശോ നാമത്തിൽ ബന്ധിക്കും. പിതാപുത്രനും പരിശുദ്ധാത്മാശ്വര നീക്കുവാണ്. വിശ്വാസ വളർച്ചയുടെ സുവിശേഷ പരിസരങ്ങൾ ഈ കഴിഞ്ഞ 5 ദിവസങ്ങൾ നമ്മൾ കാണുകയായിരുന്നു. ഇന്ന് 6-ാം ദിവസമാണ്. ഇന്ന് നമ്മൾ ഇന്നലെ വായിച്ച ബാക്കി ഭാഗങ്ങൾ വായിക്കുകയാണ്. സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും. സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും, അതായത് വിശ്വാസത്തെ സുഹൃതം കൊണ്ടും, സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും, ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും. ജ്ഞാനം വർദ്ധിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ആധ്യാത്മികമായ അഹങ്കാരം വരാൻ സാധ്യതയുണ്ട്. ജ്ഞാനം വർദ്ധിക്കുന്നത് എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ഇപ്പം നമ്മൾ അറിഞ്ഞാൽ, ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് അറിഞ്ഞാൽ പെട്ടെന്ന് അറിവ് അഹങ്കാരമാണ് ജനിപ്പിക്കുന്നത്. 1 കൊരിന്ത്യർ 8:1. അറിവ് അഹന്ത ജനിപ്പിക്കുന്നു. അറിവ് അഹന്ത ജനിപ്പിക്കുന്നു. സ്നേഹമോ ആത്മീയോത്കർഷം വരുത്തുന്നു. അപ്പൊ ഈ അറിവിന്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് ഇത് അഹന്ത ഉണ്ടാക്കും. എന്നുവെച്ചാൽ നമ്മൾ എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ പഠിച്ചിട്ടില്ലെന്ന് പറയും, അവർക്ക് അറിവില്ലെന്ന് പറയും, അഹന്ത ഉണ്ടാക്കും. പട്ടാളക്കാരില്ലേ, വെടിവെപ്പ് പഠിച്ചു കഴിഞ്ഞ് ഞാൻ ഉടനെ മറ്റുള്ളവരെ സിവിലിയൻ എന്നേ വിളിക്കത്തുള്ളൂ. സിവിലിയൻ. ഈ സിവിലിയൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഇവർ പട്ടാളത്തിൽ ചേർന്നിരിക്കണമെന്നാണ് പറയണത്. അപ്പം എന്തെങ്കിലും തരത്തിൽ പ്രൊഫഷണലായിട്ട് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അഹന്ത ഉണ്ടാവും. എനിക്ക് തന്നെ സെമിനാരി പഠിക്കുന്ന കാലത്ത് കുറേ നുണകളൊക്കെ വലിയ ശാസ്ത്രീയ കണ്ടുപിടുത്തം പോലെയൊക്കെ ചിലവരൊക്കെ തട്ടിവിടാൻ ഞാൻ കേട്ടിട്ടുണ്ട്. ചെങ്കടല പിളർത്തി എന്ന് പറഞ്ഞാൽ അവർ ചെങ്കടല പിളർത്തിയൊന്നും അല്ലത്, അത് വേലിയിറക്ക സമയമായിരുന്നു. അപ്പോഴാണ് മോസസ് കൂട്ടരും ആ വേലിയിറക്ക സമയത്താണ് ചെങ്കടല കടന്നു പോയത്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇവർ പറയും. കർത്താവ് 5000 തീറ്റി പറ്റിയെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അപ്പം വർദ്ധിപ്പിച്ചില്ല, മറിച്ച് പെസഹക്കാലമായിരുന്നു. അതിൽ ജെറുസലേമിലേക്ക് പോയ ആൾക്കാരുടെ എല്ലാം അപ്പം ഉണ്ടായിരുന്നു, അവരോട് പങ്കുവെക്കാനാണ് ഈശോ പറഞ്ഞതെന്ന് വിമോചന ദൈവശാസ്ത്രജ്ഞന്മാർ പറയും. ഇങ്ങനെ പുതിയ പുതിയ നോളജുകൾ വരുമ്പോൾ ഇത് കേൾക്കണവർക്കില്ല, എന്നാലും പുതിയ കാര്യം കേട്ടപ്പോൾ അഹന്ത ഉണ്ടാവുമായിരുന്നു. അപ്പോൾ എനിക്കുണ്ടായിരുന്ന ചെറിയ അഹന്തയൊക്കെ, പക്ഷെ ഞാനൊരു കണക്കിന് രക്ഷപ്പെട്ടെൻ്റെ. അതായത് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി ഇത് സാത്താൻ സഭയിൽ പ്രവർത്തിച്ചിരിക്കുന്നതിൻ്റെ പിണിയാളുകളായിട്ട് ഇറക്കിയിരിക്കുന്ന ആൾക്കാരാണെന്ന് മനസ്സിലായി. സുവിശേഷത്തിൻ്റെ ശക്തി ചോർത്തിക്കളയുന്ന എല്ലാ റാഷണലൈസേഷനും യൂറോപ്യൻ സഭ എവിടെയാണ് കൊണ്ടേ ആക്കിയത് അവിടെ നമ്മളെയും കൊണ്ടേ ആക്കും. കാരണം ചരിത്രമൊന്നും പറയേണ്ട കാര്യമില്ല, ചരിത്രമൊന്നും പറയേണ്ട കാര്യമില്ല. എല്ലാ കാര്യങ്ങളിലും ഈ റാഷണലൈസേഷൻ സഭയിൽ വന്നതിന് ശേഷം ദൈവിക പദ്ധതികളുടെ കഴുത്തിനാണ് അത് കത്തിവെച്ചത്. അറിഞ്ഞില്ല. കർത്താവിൻ്റെ അത്ഭുതങ്ങളെ നമ്മളിന്ന് എല്ലാ ദിവസവും കാണുന്ന സ്ഥലമാണ് കൃപാസനം. പക്ഷെ അത് എന്തുകൊണ്ടാണ് അത്ഭുതങ്ങളായിട്ട് ജനങ്ങൾ ഇന്നും ആശ്വാസം പ്രാപിക്കുന്നത്? ഞാനെന്നൊരു വിശ്വാസി അവിടെ ഈ അത്ഭുതങ്ങളെ അംഗീകരിക്കുന്നത് കൊണ്ടാണ്. എൻ്റെ സ്ഥാനത്ത് വേറെ ആൾ വന്ന് ബുദ്ധിപരമായിട്ടാണ് വിഷയം കാണുന്നുണ്ടെങ്കിൽ കർത്താവ് ചാപ്റ്റർ ക്ലോസ് ചെയ്ത് അയാളെയും ക്ലോസ് ചെയ്യും, പ്രസ്ഥാനം ക്ലോസ് ചെയ്യും. ഒരു സംശയമില്ല കാര്യത്തിൽ. കാര്യം ദൈവികമായ പദ്ധതികളെ എളിമയോടെ അംഗീകരിക്കണം. വിശ്വാസം നമുക്ക് നൽകേണ്ടത് എളിമയും ദൈവിക പദ്ധതികളോടുള്ള ഒരു സമർപ്പണവുമാണ് ശരിക്കും വരണത്. അങ്ങനെ അതെൻ്റെ അമ്മ പ്രത്യക്ഷപ്പെടാൻ കാരണം. അല്ലെങ്കിൽ എന്തുകൊണ്ട് അമ്മ പ്രത്യക്ഷപ്പെട്ടു? ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെ, ദൈവികമായ ഇടപെടലുകളെയും അതേ ഒരു ഭവ്യതയോടെ കൃത്യതയോടെ ഏറ്റെടുക്കും. അതിന് ഞാനൊരിക്കലും യുക്തി കൊണ്ടുവന്ന് അതിൻ്റെ അകത്ത് കയറ്റി
ദൈവത്തിന് യുക്തിയുടെ ഒരു ഉപകരണമാക്കത്തില്ല ഒരിക്കലും. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം ആ വിഷയത്തിൽ. കർത്താവ് ഇന്നും വിടുതൽ നൽകുന്നതിന് അത്ഭുത പ്രവർത്തികളാണ്. അല്ലാതെ ഒരു കാലത്ത് കർത്താവ് അത്ഭുതം ചെയ്തിരുന്നു, ഇന്ന് ചെയ്തില്ലെന്ന് പറയണത് എന്തൊരു നോൺസെൻസാണ്. ഒരു കാലത്ത് അത്ഭുതം ചെയ്തിരുന്ന കർത്താവ് ഇന്ന് ചെയ്യുന്നില്ലെന്ന് പറയുന്ന കുറേ ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഇന്ന് ചെയ്യാഞ്ഞിട്ടല്ല, ഇന്ന് ചെയ്തിട്ട് കാര്യമില്ലാത്ത അണ്ണന്മാരുടെ എണ്ണം കൂടി. അവിടെയാണ് വിഷയം വേണ്ടത്. അതായത് സിമ്പിളായിട്ട് വിശ്വസിച്ച് ആത്മാർത്ഥമായിട്ട് ദൈവിക വഴികളെ കണ്ടുപിടിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് പോയി. ആര് കളഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ശാസ്ത്രീയം ആവശ്യമില്ലാത്ത സ്ഥലത്ത് ശാസ്ത്രം കുത്തിക്കയറ്റി സഭാപരമായ കാര്യങ്ങൾ ശാസ്ത്രീയമായി പഠിപ്പിക്കാൻ വേണ്ടി ഉള്ള ശ്രമങ്ങൾ നടത്തി വന്നപ്പോൾ എന്നാ പറ്റി? പാക്കപ്പലിനുള്ള കാറ്റും കൊണ്ട് ദൈവത്തിൻ്റെ വഴിക്ക് പോയി. അതല്ലേ സംഭവിക്കുന്നത്. അപ്പം വിശ്വാസത്തെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അറിവ് അഹന്ത ജനിപ്പിക്കും. അപ്പം നിനക്കൊരു അഹന്തയുണ്ടെങ്കിൽ നീ അവിശ്വാസിയാണെന്ന് ഓർക്കണം. എൻ്റെ പേര് ഡെൽന ജോസ്. ഞാൻ ഇടുക്കി ജില്ലയിലെ വാഴവര സെൻറ് മേരീസ് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തത് 16/11/2025 ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം ഓസ്ട്രേലിയക്ക് പോകാനുള്ള PT എക്സാം പാസ്സാവാനും വേണ്ടിയിട്ടാണ്. ഞാൻ ആദ്യമേ എക്സാം എഴുതിയപ്പോൾ എനിക്ക് എല്ലാവർക്കും അറിയാം, PT എക്സാം എഴുതിയിട്ടുള്ള എല്ലാവർക്കും അറിയാം, ഇൻഡിവിജ്വൽ ഏകദേശം ഓവറോളും 66 വേണം. അപ്പം ഞാൻ റീഡിങ്ങിന് എനിക്ക് സ്ഥിരമായിട്ട് പോകുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യം എഴുതിയപ്പോൾ എനിക്ക് റീഡിങ്ങിന് പോയി. രണ്ടാമതും അതുപോലെ ഞാൻ എഴുതിയപ്പം സിസ്റ്റത്തിലായതുകൊണ്ട് തന്നെ ഒരാൾക്ക് എന്തെങ്കിലും മാനുഫാക്ചറായിട്ട് വരിക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അന്ന് ഞാൻ എറണാകുളത്താണ് എക്സാം എഴുതിയത്. അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 10 പേരുടെ സിസ്റ്റം ഓഫ് ആവുകയും അങ്ങനെ എക്സാം അവിടെ ക്യാൻസൽ ആവുകയും ചെയ്തു. അപ്പോൾ അന്ന് ഞാൻ ഇവിടെ മാതാവിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ മദനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, എന്താ മാതാവ് എനിക്ക് എക്സാം പാസ്സാവാത്തേ, എന്തുകൊണ്ട് ഇങ്ങനെ ക്യാൻസലായി പോയേ എന്നൊക്കെ ഞാൻ കുറേ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയി കുറച്ച് കഴിയുമ്പം വീണ്ടും ഞാൻ ഡേറ്റ് എടുത്തു. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് 4 എന്നുള്ള നമ്പറാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് വീണ്ടും എഴുതാൻ പോയപ്പോൾ എനിക്ക് 8 എന്നുള്ള നമ്പർ കിട്ടി. അപ്പോൾ ഞാൻ എക്സാം വലിയ കുഴപ്പമില്ലായിരുന്നു, എഴുതി പാസ്സാവുമെന്ന് വിചാരിച്ചു. ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു. എനിക്ക് റീഡിങ്ങിന് വീണ്ടും 1 മാർക്കിന് പോയി. അത് കഴിഞ്ഞ് കുറച്ച് നാൾ ഞാൻ ഇരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ സ്വപ്നം കണ്ടു, മാതാവ് കൈവിരിച്ച് നിൽക്കുന്നു. മാതാവിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഉണ്ണീശോയും റൈറ്റ് സൈഡിൽ വേളാങ്കണ്ണി മാതാവും ഉണ്ണീശോയും. അപ്പം ഞാൻ ഉടമ്പടി എടുക്കണ്ട, അമ്മേനെ കൊണ്ട് എടുപ്പിക്കാം, ഞാൻ എടുത്താൽ ശരിയാവില്ല എന്നുള്ള രീതിയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എനിക്ക് എന്തോ ഉടമ്പടി എടുക്കണം എന്ന് തോന്നി. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങി കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് ഞായറാഴ്ച ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തു. സാധാരണ എവിടെയെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരു ½ ആൻ അവറിനുള്ളിൽ ശ്രദ്ധയൊക്കെ പോവും. പക്ഷേ ഇവിടെ 2.5 മണിക്കൂറുണ്ടായിരുന്ന ക്ലാസ് എൻ്റെ ശ്രദ്ധ ഒട്ടും പോയില്ല. അത്രയും നേരം കംപ്ലീറ്റ് ഞാൻ ക്ലാസ് ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ മാതാവിൻ്റെ പ്രദക്ഷിണം ഉണ്ടായിരുന്നു, മാതാവിനെ വഹിച്ചുകൊണ്ട്. അപ്പോൾ വന്നപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, ഞാൻ ആൾക്കാരുടെ ഇടയ്ക്ക് ഞാൻ കുറച്ച് പുറകിലായിട്ടാണ് നിന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്ക് മാതാവിനൊന്നും കിട്ടില്ലായിരിക്കും, എന്നെക്കാൾ അർഹരായിട്ടുള്ളവർ ഇവിടെ ഉണ്ട്, അപ്പോൾ അവർക്കേ കിട്ടുള്ളൂ എന്ന് വിചാരിച്ചു. അപ്പോൾ അപ്പം ടോക്കൺ കൊടുക്കുന്ന ചേച്ചി കുറച്ച് പേർക്ക് 2 പേർക്ക് കൊടുത്തു. അപ്പോൾ എൻ്റെ ഫ്രണ്ടിലൊരു ചേച്ചി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചിയുടെ കയ്യിൽ ഒരു ടോക്കൺ കൊടുക്കാൻ തുടങ്ങി, നേരെ അത് എൻ്റെ നേരെ നീട്ടി. അപ്പം ഞാനത് വാങ്ങിച്ച് തുറന്നു നോക്കിയപ്പോൾ എനിക്ക് കറക്റ്റ് അന്ന് മാതാവിനെ കിട്ടി. അപ്പോൾ അത് നേരമ്പം എനിക്ക് ഭയങ്കരമായിട്ട് കരഞ്ഞ് ഞാൻ ചോദിച്ചു, മാതാവേ ഞാൻ ഇനി അർഹയാണോ, എനിക്ക് മാതാവിനെ പിടിക്കാനുള്ള അനുഗ്രഹം എനിക്ക് മാതാവ് തന്നാലും ഒരുപാട് നന്ദി പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് 16-ാം തീയതി ഞാനൊന്ന് ഉടമ്പടി എടുത്തു. 21-ാം തീയതി ബാംഗ്ലൂരായിരുന്നു എനിക്ക് എക്സാമിന് ഞാൻ ഡേറ്റ് എടുത്തത്. അപ്പോൾ 21-ാം തീയതി ഞാൻ പോയപ്പോൾ വിശുദ്ധ തൈലം ഞാൻ തേച്ചു. പിന്നെ ഉപ്പ് അവിടെ വേറെ ഒന്നും അലൗഡ് അല്ല. അപ്പോൾ ഉപ്പ് ഞാൻ എൻ്റെ പോക്കറ്റിലിട്ടിട്ട് ആരും ചവിട്ടാത്തൊരു സ്ഥലത്ത് ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ കാശുരൂപം ഞാൻ എൻ്റെ മാലയിൽ ഇട്ടുകൊണ്ടാണ് പോയത്. സാധാരണ ചെക്കിങ്ങിൻ്റെ സമയത്ത് ചിലപ്പോൾ ഒരു മാല മാറ്റണം, അത് മാറ്റണം എന്നൊക്കെ പറഞ്ഞാണ്. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് എൻ്റെ കൂടെ വരണേന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ അവരൊന്നും പറഞ്ഞില്ല. എക്സാം എഴുതി. അന്നും എനിക്ക് 8-ാമത്തെ നമ്പർ തന്നെ കിട്ടി. അപ്പോൾ എനിക്ക് വിശ്വാസമായി മാതാവ് തരും. അപ്പോൾ ഞാനങ്ങനെ എക്സാം എഴുതി തിരിച്ച് ഞാൻ 22-ാം തീയതി വീട്ടിൽ വന്നു. അന്ന് തന്നെ രാത്രിയിൽ എനിക്ക് റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവേ എനിക്ക് കറക്റ്റ് മാർക്ക് മതി, 66 മാർക്കാണ് വേണ്ടത്, അപ്പോൾ എനിക്ക് കറക്റ്റ് മാർക്ക് മതി. പക്ഷേ റിസൾട്ട് വന്നപ്പം മാതാവ് എനിക്ക് 70 എബോ, എല്ലാത്തിനും ഇൻഡിവിജ്വലും ഓവറോൾ 70 എബോ തന്നു. പിന്നെ ഉണ്ടായത്, ഞാൻ അതുപോലെ റിസൾട്ട് വന്നിട്ട് അവിടെ യൂണിവേഴ്സിറ്റിയിൽ സീറ്റിന് വേണ്ടി വെച്ചപ്പം ആദ്യമേ അവരെനിക്ക് മെയിൽ വന്നു, എനിക്കിനി സീറ്റില്ല, എനിക്ക് അടുത്ത വർഷത്തേക്ക് ഇനി ഡെഫർ ചെയ്യണം, ഒരു കാരണവശാലും സീറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, ഓക്കെ ഞാൻ അങ്ങനെ മാതാവിനോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് 2026 ഓസ്ട്രേലിയക്ക് പോകണം. അപ്പം മാതാവ് അത് സഹായിച്ചു തരുമെന്ന് എനിക്ക് ഉറപ്പാണ്.
അപ്പം ഞാൻ യൂണിവേഴ്സിറ്റിയുടെ കാര്യം പറയുന്നില്ല, ഒരു നല്ല യൂണിവേഴ്സിറ്റി ഏതാണോ അതോ എനിക്ക് നേടി തരണം എന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പം എനിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ എനിക്കൊരു മെയിൽ വന്നു, വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഓഫർ ലെറ്ററായി. അങ്ങനെ ആ കാര്യം ഓക്കെ ആയി. വിസയ്ക്ക് വെച്ചപ്പോൾ ഞാൻ ലൈറ്റേക്കാനിൽ റിക്വസ്റ്റ് ഇട്ടായിരുന്നു ഒരാഴ്ചയ്ക്കുള്ളിൽ വിസ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ എനിക്ക് ഒരാഴ്ച തികയുന്നതിന് തലേ ദിവസം എനിക്ക് വിസ വന്നു. ഞാൻ ഈ ഫെബ്രുവരി 19-ാം തീയതി ഓസ്ട്രേലിയക്ക് പോവാണ്. അതേപോലെ തന്നെ ഞാൻ ഈ 16-ാം തീയതി ഇവിടെ വന്നിരുന്നു. അപ്പോൾ ഞാൻ വന്ന് പ്രാർത്ഥിച്ചു എനിക്ക് വിസ വരാൻ വേണ്ടി, പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വിസയ്ക്ക് കുറച്ച് പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി ചിന്തയ്ക്ക് എനിക്ക് ചെറിയ മാതാവിൻ്റെ മുല്ലപ്പൂവിൻ്റെ മണം കിട്ടി. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഒരു കൂട്ടുകാരിയോട് ഉണ്ടായിരുന്നു. അപ്പോൾ അവളോട് ചോദിച്ചു, നിനക്ക് വല്ല സ്മെല്ലും മണം മരുന്നുണ്ടോ? അപ്പോൾ ഓൾറെഡി ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാനിങ്ങനെ ഇടയ്ക്ക് ചോദിക്കുമായിരുന്നു, മാതാവ് എല്ലാവർക്കും ഓരോ അടയാളമൊക്കെ കൊടുക്കുന്നുണ്ട്, എന്തുകൊണ്ട് എനിക്ക് തരുന്നില്ല എന്ന് ഞാനിങ്ങനെ ചോദിക്കുമായിരുന്നു. അന്ന് എനിക്ക് കിട്ടി. ഞാൻ വീട്ടിൽ പോയി 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വിസ വന്നത്. ഇതാണ് എൻ്റെ സാക്ഷ്യം. ഇത്ര അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. പ്രേക്ഷിത പ്രവൃത്തിയായിട്ട് ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ച് അതിൽ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അതിൽ വെച്ച് ഞാൻ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും സ്റ്റാറ്റസ് ഇടുന്നുണ്ട്. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ പാലിയേറ്റീവ് കെയറിൽ പോയിട്ട് അവിടെയുള്ള അമ്മച്ചിമാരെ ശുശ്രൂഷ അവരെ കുളിപ്പിക്കുകയും അവർക്ക് ഫീഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ വഴിയരികിൽ സഹായം ചോദിക്കുന്നവർക്കെല്ലാം എൻ്റെയിൽ എനിക്കിപ്പം ഇൻകമൊന്നുമില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് കിട്ടുന്ന പൈസയിൽ വെച്ചിട്ട് ഞാൻ അവർക്ക് കൊടുക്കും. പിന്നെ അതേപോലെ തന്നെ ആത്മീയമായിട്ട് ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോവും. പിന്നെ എല്ലാ ദിവസവും കൊന്തയില്ലും. എനിക്ക് വേണ്ടി ഞാൻ ഒരിക്കലും കൊന്തയില്ലാറില്ല. ഞാൻ മറ്റുള്ളവരുടെ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ കൊന്തയില്ലുന്നത്. എല്ലാ ദിവസവും ബൈബിൾ വായിക്കും. ഇത്ര അനുഗ്രഹം തന്ന മാതാവിന് 1000 നന്ദി. 94-ാം സങ്കീർത്തനം 17-18 തിരുവചനങ്ങൾ. എൻ്റെ കർത്താവ് എന്നെ സഹായിച്ചിരുന്നില്ലെങ്കിൽ എൻ്റെ പ്രാണൻ പണ്ടേ മൂകതയുടെ ദേശത്തെത്തുമായിരുന്നു. എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവെ, അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. ഡെല്ല ജോസ് എന്ന ഈ മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഈ മകൾ നമ്മോട് പങ്കുവച്ചത്. എല്ലാം അസാധ്യമെന്ന് ചിന്തിച്ച് നെഗറ്റീവ് അടിക്കുന്ന ഒരു മകളായിരുന്നു ഇത്. എനിക്ക് ഉടമ്പടിയെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് മറ്റാരെങ്കിലും എടുത്ത്, വീട്ടിലുള്ളവരാരെങ്കിലും എടുത്ത് എനിക്ക് വേണ്ടി പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിച്ചാൽ എൻ്റെ കാര്യങ്ങൾ നടക്കുമെന്നൊക്കെ ഇങ്ങനെ ഒരു എളുപ്പത്തിൽ ക്രിയ ചെയ്യാം എന്ന് ആഗ്രഹിച്ച മകളാണിത്. ഡെല്ല തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അസാധ്യമെന്ന് തോന്നിയ എല്ലാ കാര്യങ്ങളും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവളുടെ എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും മാറ്റിക്കൊടുത്ത് പരീക്ഷയിലുള്ള പെട്ടെന്നുള്ള ജയം 66 മാർക്കാണ് ചോദിച്ചത്. പക്ഷേ അമ്മ 70 എബവ് മാർക്ക് നൽകി മകളെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ വളരെ പ്രതീക്ഷയോടെ എന്നാൽ വളരെ ആശങ്കയോടെ കാത്തിരുന്ന ഓസ്ട്രേലിയൻ വിസ ഈ മകൾക്ക് പ്രാപിച്ചു കൊടുത്തുവെന്ന് മകൾ ഏറ്റുപറയുകയാണ്. നാം ഉടമ്പടി ചെയ്യുന്നത് ഈശോയോടാണ്. പരിശുദ്ധ അമ്മയാണ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുന്നത്. പരിശുദ്ധ അമ്മയ്ക്കറിയാം നമുക്ക് സാധിക്കാതെ വരുന്ന കാര്യങ്ങളാണ് നാം പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥമായി അപേക്ഷിക്കുന്നത്. കാനായിലെ വിവാഹ വിരുന്നിൽ പരിശുദ്ധ അമ്മ ചെയ്തത് അതുതന്നെയാണ്. അവിടുത്തെ ആ വീട്ടുകാർക്ക് അസാധ്യമായിരുന്ന ഒരു സമയം അവരുടെ വീടിൻ്റെ വലിയൊരു അപമാനത്തെ അമ്മ നീക്കിക്കളയുകയായിരുന്നു. ഇതുപോലെ തന്നെ ഉടമ്പടിയെടുക്കുന്ന ഓരോ മക്കളുടെയും കണ്ണുനീരിനെയും സങ്കടങ്ങളെയും ആശങ്കകളെയും ആകുലതകളെയും എല്ലാം പരിശുദ്ധ അമ്മ നോക്കിക്കാണുന്നുണ്ട്. ഒരു അപമാനത്തിലേക്കും ഒരു വീഴ്ചയിലേക്കും നാം താണു പോകാതിരിക്കാൻ പരിശുദ്ധ അമ്മ പ്രത്യേകം ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് ഉടമ്പടിയിൽ നാം വായിച്ചെടുക്കുന്ന ഒരു വലിയ സത്യം. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഉറപ്പായും ഉടൻ പരിഹാരം നമ്മുടെ അടുത്തേക്ക് വരികയാണ്. അതിലൂടെ ഈശോ നമുക്ക് നൽകുന്ന വലിയൊരു വാഗ്ദാനമാണ്. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് നാം യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ നാം ഓരോരുത്തർക്കും വേണ്ടി പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുന്നു. നമ്മുടെ അസാധ്യമായ എല്ലാ കാര്യങ്ങളും, ഒരു വെള്ളം വീഞ്ഞാവുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. നാം ചിന്തിക്കുന്നത് പോലെ തന്നെ ഉടമ്പടിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, ഉടമ്പടി ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ക്ലാസ്സിൽ അച്ഛൻ പറഞ്ഞു തരുന്നുണ്ട്, നിങ്ങൾക്ക് അസാധ്യമായ കാര്യങ്ങൾ നിങ്ങൾ എഴുതുക, നിങ്ങളുടെ നിയോഗത്തിൽ എഴുതുക. അത് നിങ്ങൾക്ക് സാധ്യമാകുന്നത് ഉടമ്പടിയുടെ ആസ്തി മൂലമാണ്. ഈശോ നമ്മോട് ചോദിക്കുന്നു, എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു, ഞാൻ പ്രദേശവാസിയായിരുന്നു, ഞാൻ നഗ്നനായിരുന്നു, എപ്പോഴെല്ലാമാണോ നിങ്ങൾ ഈ എളിയവരിൽ നിങ്ങൾ ചെയ്തു കൊടുത്തത്,
നിങ്ങൾ ദാഹിച്ചപ്പോൾ വെള്ളം കൊടുത്തതും ഭക്ഷണം കൊടുത്തതും എല്ലാം അത് എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന ആസ്തി നമുക്ക് സ്വർഗത്തിലുണ്ടെങ്കിൽ നമ്മൾ നിത്യതയിലേക്കുള്ള യാത്രയിൽ നമുക്കൊരു ടിക്കറ്റ് ഉറപ്പായി, നമുക്കൊരു സീറ്റ് ഉറപ്പായി. എന്നിട്ടെല്ലാം സ്വയം ജീവിതത്തിലൂടെ ഇപ്പോൾ ഒരു ജീവിതക്രമമായി അത് ഏറ്റെടുത്തിരിക്കുകയാണ്. ഇവിടെ ഉടമ്പടി പുതുക്കിക്കൊണ്ടും എടുത്തുകൊണ്ടും പ്രാർത്ഥിക്കുന്ന, വിസ പ്രോസസ്സിംഗ് തടസ്സമായിരിക്കുന്ന എല്ലാ മക്കളുടെയും, അതുപോലെ ജോലിയില്ലാതെ വിഷമിക്കുന്നവരെയും, പ്രവാസികളായി ജീവിക്കുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ഡെൽനയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടിയോടെ ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം. എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് കാരണമാക്കിയതിന് എൻ്റെ ഈശോയിനോടും മാതാവിനോടും നന്ദി പറയുന്നു. എൻ്റെ പേര് ജോണിത്ത. ഞാൻ അബുദാബിയിൽ നിന്ന് വരുന്നു. ഞങ്ങൾ സെയിൻറ്റ് പോൾസ് ഇടവകയിൽ നിന്ന് വരുന്നു. ഉടമ്പടീനെ പറ്റി എനിക്ക് എൻ്റെ മമ്മി വഴിയാണ് അറിയാൻ പറ്റുന്നത്. കൃപാസനെ പറ്റിയും ഞാൻ 2024 എൻ്റെ ജോലിയിൽ വന്ന കുറച്ച് സ്ട്രെസ്സും പ്രഷറും കാരണമാണ് ഞാൻ ഉടമ്പടിയിലേക്ക് അല്ലെങ്കിൽ കൃപാസനത്തിനെ പറ്റി കൂടുതൽ അറിയാനും അതിലേക്ക് വരുവാനും കാരണമായത്. ഓഗസ്റ്റ് 2024 ഞാൻ ഇവിടെ വന്നിരുന്നു. എൻ്റെ മമ്മിയുടെ നിർബന്ധ കാരണം മാത്രം ഞാനിവിടെ വന്നു. ഒത്തിരി നാളായിരുന്നു ഞാൻ കുമ്പസാരിച്ചിട്ട്. അങ്ങനെ ഇവിടെ വന്ന് ഞാനൊന്ന് കുമ്പസാരിച്ചു. ഇവിടെ വന്ന് ഇറങ്ങുമ്പം എനിക്ക് ഭയങ്കര ഒരു സമാധാനവും ആശ്വാസവും ഒക്കെ എനിക്ക് കിട്ടിയിരുന്നു. അങ്ങനെ ഞാൻ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു പോയി. സെപ്റ്റംബർ തൊട്ട് എനിക്ക് ആ സ്ട്രെസ് ലെവല്, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ഇഷ്യൂ. അങ്ങനെ ഞാൻ ഒക്ടോബർ 2024 ഓൺലൈൻ ഉടമ്പടി എടുത്തു. എനിക്ക് ഉറങ്ങാൻ വേണ്ടിയായിരുന്നു ഞാൻ ആ ഉടമ്പടി എടുത്തിരുന്നത് മെയിൻലി. അങ്ങനെ 2024 ഒക്ടോബർ 21 ഒരേ ഒരു ദിവസം കൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റി. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹം. അത് ഇന്ന് വരെ എനിക്ക് ഉറങ്ങാൻ ഒരു ബുദ്ധിമുട്ട്, എനിക്ക് മരുന്നെടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പം എനിക്കെങ്ങനെയെങ്കിലും എൻ്റെ ഇപ്പോഴത്തെ കറൻറ്റ് ജോബ് ഒന്ന് മാറണം. ബിക്കോസ് എനിക്ക് ആ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ മാനേജർ എനിക്ക് തരുന്ന ആ ഒരു സ്ട്രെസ് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നമുക്ക് എന്തുകൊണ്ട് ലൊക്കേഷനെ പറ്റി ചിന്തിച്ചുകൂടാ, ഒരു മൈഗ്രേഷനെ പറ്റി ചിന്തിച്ചുകൂടാ. അങ്ങനെ ഇരിക്കെ നമ്മൾ ഓർത്തു എന്നാൽ ഓസ്ട്രേലിയ നോക്കാം എന്നിങ്ങനെ വിചാരിച്ചു. അങ്ങനെ അതിന് ക്യാപ്സ് എക്സാം എഴുതണം. അത് ക്ലിയർ ചെയ്യണമെങ്കിൽ നല്ല പാടാണ്. അതിനെപ്പോലെ ഞാൻ ഒത്തിരി നാളായി കോളേജെല്ലാം കഴിഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് പഠിക്കാനുള്ള ഒരു ഇതുമില്ല. അത് ഹാൻഡിൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഞാൻ ഒരു തവണ എഴുതി. അത് ഞാൻ ഉടമ്പടിക്ക് മുമ്പാണ് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പാണ് ഞാൻ ആ എക്സാം എഴുതിയത്. അപ്പോൾ എൻ്റെ മമ്മി പറഞ്ഞു, ഒന്ന് കൃപാസന മാതാവിനോടൊന്ന് പ്രാർത്ഥിക്കുക. പക്ഷേ ഞാനത് അങ്ങനെ വലിയ കാര്യമാക്കിയില്ല. ആ എക്സാം ഞാൻ നന്നായിട്ട് അവിടെ പോയി എഴുതി. പക്ഷേ ഞാനത് ഫെയിൽ ആവുകയും ചെയ്തു. അങ്ങനെ ഓൺലൈൻ ഉടമ്പടി 20th ഒക്ടോബർ 2024 എടുത്ത് ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഡേറ്റ് കിട്ടി ക്യാപ്സ് എക്സാം എഴുതാൻ. അവിടെ ഞാൻ ചെന്നു, എക്സാം എഴുതാൻ ഇരുന്നു. പ്രിപ്പറേഷൻ വലുതായിട്ടൊന്നും എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ അറിയത്തില്ല, അങ്ങനെ ഓർമ്മയിൽ ഇരിക്കത്തില്ല. അതാണ് ഇഷ്യൂ. അങ്ങനെ എക്സാമിന് അവിടെ പോയി ഇരുന്നു. ഉടമ്പടി ഉപ്പും തൈലവും ഒക്കെ മമ്മി കാശിരൂപം തന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അത് ഞാൻ മുറുക്കെ പിടിച്ച് ഞാൻ എക്സാം എഴുതാൻ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ആ എക്സാമിനെ കണ്ടപ്പോൾ എനിക്ക് ഒന്നും ഓർമ്മ കിട്ടുന്നില്ലായിരുന്നു. ഞാൻ ഓർത്തു, ഇനി ഇത് പോയി കഴിഞ്ഞാൽ ഇനി സിലബസ് മാറുകയാണ്, ഇനി ഞാൻ എന്താ ചെയ്യുക, ഇത് എൻ്റെ ലാസ്റ്റ് ചാൻസാണ്. ബിക്കോസ് എനിക്ക് എങ്ങനെയായാലും എനിക്കിവിടെ ഇനി വർക്ക് ചെയ്യണ്ട. അപ്പം എൻ്റെ ഒരു ഓപ്ഷനാണിത്. അപ്പം ഞാൻ മാതാവിൻ്റെ കാശിരൂപം മുറുക്കെ പിടിച്ചിട്ട് പറഞ്ഞു, മാതാവേ, എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ ഈ എക്സാം ഒന്ന് ജയിപ്പിക്കണം. എനിക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്നും അറിഞ്ഞുകൂടാ, അതെല്ലാം എനിക്ക് ഉത്തരം കറക്റ്റായിട്ട് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സ്ക്രീനിലോട്ട് നോക്കുമ്പോൾ എനിക്ക് എൻ്റെ ഇങ്ങനെ ഒന്ന് എനിക്ക് തോന്നി, മാതാവിനെ എനിക്ക് ആ സ്ക്രീനിൽ കണ്ടതുപോലെ തോന്നി. എന്നിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഒരു കൂൾ ഇഫക്റ്റ് എൻ്റെ ബോഡിയിൽ വന്നു. പിന്നെ ഞാൻ എന്താ എഴുതിയെന്ന് എനിക്ക് ഒരു ഓർമ്മയില്ല. ഞാൻ എഴുതി. എക്സാം കഴിഞ്ഞു. ടഫാണോ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ 10 ദിവസം എടുക്കും റിസൾട്ട് വരാൻ. ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം എൻ്റെ മനസ്സിൽ തോന്നിച്ചു, ഞാൻ എന്തായാലും സ്ക്രീനിൽ മാതാവിനെ കണ്ടതല്ലേ, അപ്പം എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം. അപ്പം എനിക്കത് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട വരത്തില്ല എന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ റിസൾട്ട് വന്നപ്പോൾ പാസ്സായി.
അത് കഴിഞ്ഞ് എനിക്കൊരു ഉറപ്പ് വന്ന പോലെയായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഞാൻ എന്ത് ചോദിച്ചാലും എൻ്റെ മാതാവ് എനിക്ക് തരും, അല്ലെങ്കിൽ എനിക്കൊരു ആ സ്ട്രെസ് എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് പോയി. ഞാൻ എളുപ്പം എന്തെങ്കിലും വന്നാലും പാനിക്കാവുന്ന വ്യക്തിയാണ്. അപ്പം അതെൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് പോയി. അങ്ങനെ ഞാൻ OET പാസ്സായി. അതിൻ്റെ കൂടെ എനിക്ക് എൻ്റെ ജോലി സ്ഥലത്ത് ആ സ്ട്രെസ്സ് തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. പക്ഷേ ഇപ്രാവശ്യം ഒരു വ്യത്യാസമുണ്ട്. എന്താണെന്ന് വെച്ചാൽ എന്ത് സ്ട്രെസ് വന്നാലും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ തന്നെ അത് എനിക്കതങ്ങ് അല്ലാതായി പോകുന്നുണ്ട്. അപ്പോൾ അതെനിക്കൊരു കോൺഫിഡൻസായി. അങ്ങനെ ഞാൻ ഓസ്ട്രേലിയയാണ് നമ്മൾ വിചാരിച്ചു, ഇങ്ങനെ ഇരുന്നു. പക്ഷേ എന്തോ അവിടെ ഇപ്പം ഭയങ്കര സാച്ചുറേറ്റഡ് ആണ് അവിടുത്തെ ജോബ്സൊക്കെ. അതുകൊണ്ട് തന്നെ ഏജൻറ്റ് പറഞ്ഞു നമുക്ക് ന്യൂസിലാൻഡ് നോക്കാം. അപ്പോൾ പേപ്പർ പ്രോസസ്സിങ് എല്ലാം തുടങ്ങി. അങ്ങനെ ഞാൻ ഓഗസ്റ്റിൽ പിന്നെയും വെക്കേഷന് നാട്ടിൽ വന്നു. ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്തു. ഓഗസ്റ്റ് 23, 2025 എടുത്തു. അത് എടുത്തു ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്ക് ഇൻ്റർവ്യൂ കോൾ വന്നു. ഇൻ്റർവ്യൂ പാസ്സായി. അത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ലോ എക്സാംസ് ചെയ്യാനുണ്ടായിരുന്നു. അത് ഞാൻ അതും എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. എന്നാൽ പോലും അത് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവിനോട് പൂർണ്ണമായി ഞാൻ സമർപ്പിച്ചു എൻ്റെ എല്ലാം. അങ്ങനെ ഞാൻ അതും പാസ്സായി. അങ്ങനെ ജോബ് ഓഫർ കിട്ടി. അങ്ങനെ എനിക്ക് ഡിസംബർ 2025 24 ക്രിസ്മസിൻ്റെ ഒരു ദിവസം മുൻപ് എനിക്കൊരു ക്രിസ്മസ് ഗിഫ്റ്റ് പോലെ എനിക്ക് എൻ്റെ വിസയും കഴിഞ്ഞു. ഒരു വർഷം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ. ഞങ്ങൾ അങ്ങനെ വലുതായിട്ട് ഡെയിലി പ്രേയേഴ്സ് ഒന്നും ചെയ്യലില്ല. ബിക്കോസ് ഞങ്ങളെല്ലാവരും ബിസിയാണ്. പിള്ളേർ വീട്ടിലുള്ള സമയത്ത് ഞങ്ങൾ വീട്ടിലില്ല. ഞങ്ങളെല്ലാവരും വർക്കിലാണ്, ഡിഫറെൻറ്റ് ഷിഫ്റ്റ്സിലും. പക്ഷേ ഞങ്ങൾ റോസറി ചെയ്യാതെ ഒരു ദിവസം പോലും കിടക്കില്ല. എല്ലാ ദിവസവും ഞങ്ങൾ അതൊരു പിള്ളേരായാലും അതൊരു പോയിൻ്റ് ആക്കി എല്ലാ ദിവസവും ഞങ്ങൾ പ്രെയർ ചെല്ലാതെ കിടക്കില്ല. മാസിന് കുർബാനയ്ക്ക് എല്ലാ ദിവസമൊന്നും അങ്ങനെ എല്ലാ ആഴ്ചയിൽ പോലും പോകത്തില്ലായിരുന്നു, ബിസി ആയതുകൊണ്ട്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം അതിന് സമയം കണ്ടെത്തി അതിന് അത് പോയില്ലെങ്കിൽ ഒരു വലിയ സങ്കടം. അങ്ങനെ ഒരു ഡിസിപ്ലിൻ ലൈഫിൽ വന്നു. ഇപ്പം ഞങ്ങൾ ഫെബ്രുവരിയിൽ ഞങ്ങൾ കുടുംബസമേതം ഞങ്ങൾ ന്യൂസിലാൻഡിലേക്ക് ജോലിയുമായി പോകാൻ തയ്യാറെടുക്കുന്നു. ഇതല്ലാതെ മോന് കുറേ വർഷങ്ങളായിട്ട് അലർജിയുടെ അസുഖം ഉണ്ടായിരുന്നു. ഒരു മേ ബി 4 to 6 years ആയിട്ട് എന്നും രാവിലെ എഴുന്നേച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തുമ്മും. ഒരു മേ ബി ഹാഫ് ആൻ അവറോളം തുമ്മിയാണ് സ്കൂളിൽ പോകാൻ പറ്റുള്ളൂ. അപ്പം ഒരു ദിവസം എൻ്റെ മമ്മി എന്നോട് പറഞ്ഞു, നമ്മുടെ കയ്യിൽ ഉടമ്പടി തൈലമുണ്ടല്ലോ, ഒന്ന് അവൻ്റെ മൂക്കിലൊന്ന് വെച്ചിട്ട് അവനോടും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം ജസ്റ്റ് ഒന്ന് തേച്ചു, പ്രാർത്ഥിച്ചു. അങ്ങനെ 2-3 ദിവസം ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾക്ക് ഇപ്പം കഴിഞ്ഞ 2 മാസമായിട്ട് അവനൊരു തുമ്മലും ഇല്ല. അവന് ഒരു ഇച്ചിരി പോലും അലർജിയുടെ ഒരു സിംറ്റം പോലും കാണുന്നില്ല. ഉടമ്പടി ഞങ്ങളുടെ ലൈഫിലൊരു ഡിസിപ്ലിൻ ഉണ്ടാക്കി. ഇനിയും ഞങ്ങൾക്ക് ഉടമ്പടിയിൽ ഞങ്ങളുടെ കുടുംബം അവസാനം വരെ ജീവിക്കുവാനുള്ള പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു. പ്രേക്ഷിക പ്രവർത്തനം ഞങ്ങൾ ഇവിടുന്ന് പത്രം മേടിച്ചിരുന്നു. അത് ഞങ്ങളുടെ അവിടുത്തെ പള്ളിയിലൊക്കെ കൊടുക്കുമായിരുന്നു. പ്ലസ് ഞാൻ കൂടുതൽ ചെയ്തിരുന്നത് എന്ന് വെച്ചാൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ എൻ്റെ ലൈഫിൽ എന്തൊക്കെ മാറ്റമാണ് പ്രാർത്ഥന കാരണം, അല്ലെങ്കിൽ ഞാനിവിടെ വന്നതിന് ശേഷം എന്നിലുള്ള മാറ്റം കണ്ട് അവർ തന്നെ എന്നോട് പറഞ്ഞു, എൻ്റെ പ്രേയേഴ്സ് കാരണമാണ് ഞാൻ ഈ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഇഷ്യൂസ് എനിക്ക് എന്ത് ഇഷ്യൂ വന്നാലും അതെന്നെ തൊടാതെ പോകുന്നതിൻ്റെ കാരണം അവർക്ക് തന്നെ മനസ്സിലായി. അപ്പോൾ അവർക്കും അതൊരു പ്രാർത്ഥിക്കണം. പിന്നെ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ, എന്തെങ്കിലും വളരെ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന ആരെങ്കിലോട് ഞാൻ ഇങ്ങനെ ഒരു ഇതുണ്ട്, ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയറിൽ വഴി പ്രാർത്ഥിച്ചാൽ ഇത് കിട്ടും. അവരത് വിശ്വസിക്കാൻ തുടങ്ങി. ബിക്കോസ് എൻ്റെ ജീവിതത്തിലുള്ള ഓരോരോ മാറ്റങ്ങൾ കാരണം. പിന്നെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. 71-ാം തിരുവചനം. ദൈവമായ കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തികളുടെ സാക്ഷിയായി ഞാൻ വരും. ഞാൻ അങ്ങയുടെ മാത്രം നീതിയെ പ്രകീർത്തിക്കും. ജോനിത എന്ന ഈ മകൾ
അവരുടെ ജീവിതത്തിലുണ്ടായ വലിയ വലിയ അത്ഭുതങ്ങളെക്കുറിച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാനായി പ്രത്യക്ഷീകരണ സാക്ഷികളായി ഇവിടെ മകനോടൊപ്പം കൃപാസനാലയത്തിൻ്റെ പ്രത്യക്ഷീകരണ ആൽത്തറയിലേക്ക് വന്നിരിക്കുകയാണ്. അവർ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുന്നത് അവരുടെ ജീവിതത്തിലുണ്ടായ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിൽ പരിശുദ്ധ അമ്മ അവർക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച് അവരുടെ ജീവിതത്തിലുണ്ടായ വലിയ വലിയ അത്ഭുതങ്ങളെക്കുറിച്ചാണ് അവർ ഏറ്റുപറയുന്നത്. ജോനിതയും ഹസ്ബൻഡും കൂടി വളരെ സങ്കടത്തോടുകൂടി ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കിവിടെ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് മൈഗ്രേറ്റ് ചെയ്താലോ, നമ്മുടെ സങ്കടങ്ങൾക്കെല്ലാം ഒരു ഉത്തരം കൃപാസനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുമെന്ന വലിയ പ്രതീക്ഷയോടെയാണ് അവരിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ജോനിത പറയുന്നത് ഉടമ്പടി എടുത്ത അന്നു തന്നെ അവർക്ക് സമാധാനപരമായി ഉറങ്ങാൻ സാധിച്ചു എന്നുള്ളതാണ്. ഉറക്കമില്ലാത്ത രാത്രികൾ ഉള്ളവരാണ് ഇവിടെ വന്നു പോകുന്ന എല്ലാ മക്കളും. അത്രമാത്രം സങ്കടത്തിലായിരിക്കുമ്പോഴാണ് നാം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉറക്കമില്ലാത്ത രാത്രികളിൽ നാം നേരമൊന്ന് വെളുത്തിരുന്നെങ്കിൽ എന്ന് ആശിക്കാത്തവരായി ആരും ഉണ്ടായിരിക്കില്ല. നേരം വെളുത്താൽ എൻ്റെ വീണ്ടും ജീവിതസ്ഥിതി അതുതന്നെയാണല്ലോ, ഇനിയൊന്ന് രാത്രിയായിരുന്നെങ്കിലെന്ന് ആശിക്കുന്നവരും അങ്ങനെയുള്ളവ ഒരുപാട് ലക്ഷക്കണക്കിന് മക്കളാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. പരിശുദ്ധ അമ്മ നമ്മെ താരാട്ടുപാടി ഉറക്കുന്ന ഒരു വലിയ ജീവിതാനുഭവത്തിലേക്ക് ജോണിത എത്തിച്ചേർന്നത് ഈ കൃപാസനാലയത്തിൻ്റെ മണ്ണിൽ ചവിട്ടിയ നിമിഷം മുതലാണ്. അതുപോലെ തന്നെ ഇവർക്ക് ന്യൂസിലാൻഡിലേക്കുള്ള വിസ ലഭിക്കുന്നതിനുള്ള പ്രോസസ്സ് ഏറ്റുപറയുകയായിരുന്നു. ഓരോ സമയത്തും ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തപ്പോൾ നേർച്ച വസ്തുക്കളുടെ സഹായത്തോടുകൂടി പരിശുദ്ധ അമ്മ ഇവരുടെ ജീവിതത്തിലേക്ക് കൂടെ സഞ്ചരിച്ച് ഈശോ നൽകിയ വലിയ വലിയ അനുഗ്രഹങ്ങൾ ഇവരെ ഏറ്റുപറയുകയുണ്ടായി. നമ്മുടെ ഏതു തന്നെ ജീവിത പ്രതിസന്ധികളായാലും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വളരെ പെട്ടെന്ന് 1 വർഷം കൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തെ ക്രമീകരിച്ച് ഇപ്പോൾ ഉടമ്പടി ഇവരുടെ ഒരു ജീവിത ശൈലിയായി മാറി എന്ന് ജോനിത ഏറ്റുപറയുന്നു. നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് നാം ഉടമ്പടിയിൽ വളരെ വിശ്വസ്തയോടുകൂടി മുന്നേറുമ്പോൾ നമുക്കുണ്ടാകുന്ന വലിയ ആശ്വാസവും വലിയ സൗഭാഗ്യങ്ങളും വലിയ സന്തോഷങ്ങളും നമ്മൾ ഈശോയെ ഇനി നാം ഒരിക്കലും വിട്ടുപിരിയില്ല എന്നുള്ളൊരു ദാർഢ്യത്തിലേക്ക് നാം എത്തിക്കഴിയുമ്പോഴുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു മാറ്റത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമുക്ക് കണ്ടെടുക്കാൻ സാധിക്കും. പരിശുദ്ധ അമ്മയ്ക്കും ഔസേപ്പിതാവിനും ഈശോ നഷ്ടപ്പെട്ട ഒരു 3 ദിവസങ്ങളുണ്ടായിരുന്നു. ഈശോയെ കണ്ടെത്തുന്നത് വരെ അവർക്കുണ്ടായിരുന്നുള്ള ഒരു ആകുലത അതുപോലെ ആയിരിക്കും നമുക്കെപ്പോഴും ഈശോയെ കണ്ടെത്തുമ്പോൾ. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ നമുക്കുള്ള ജോലി, വിവാഹം, കുഞ്ഞ്, PR, പെൻഷൻ, ഇതൊന്നുമല്ല നമുക്ക് ലഭിക്കേണ്ടത്. ഉടമ്പടിയിൽ നമുക്ക് ലഭിക്കേണ്ടത് നമുക്ക് നിത്യത എന്ന ഉറപ്പ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഈശോ പറയുന്നത് പോലെ നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം നമുക്ക് കൂട്ടിച്ചേർക്കപ്പെടും. ഈ സഹോദരി നമ്മൾ ഏറ്റുപറയുന്നതാണ്. ഈശോയെ അന്വേഷിച്ചു തുടങ്ങിയപ്പോൾ, അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിച്ചപ്പോൾ സമാധാനപരമായ ഉറക്കം ലഭിക്കുന്നതോടെ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഈശോ തന്നെ ക്രമീകരിച്ചു കൊടുത്ത് പരിശുദ്ധ അമ്മ ഇവരെ എപ്പോഴും സാമീപ്യം നൽകി അനുഗ്രഹിക്കുന്ന ഒരു ജീവിതാനുഭവത്തിലേക്ക് അവർ കടന്നു വരികയുണ്ടായി. നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും ഈ സാക്ഷ്യത്തോട് നമുക്ക് ചേർത്ത് വയ്ക്കാം. ഇവിടെ വരുന്ന ഓരോ മക്കളും കണ്ണുനീരോടെ വരുന്നു, സന്തോഷത്തോടെ കൊയ്തുകൊണ്ട് പോകുന്നത്. ഉടമ്പടി പുതുക്കുന്ന ഓരോ മക്കളുടെയും കണ്ണിലെ സന്തോഷം നമുക്ക് കണ്ടെടുക്കാനും വായിച്ചെടുക്കാനും സാധിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയെ കയ്യിലേന്തുമ്പോഴുള്ള അവരുടെ പ്രത്യാശയും അവർക്ക് കൂടുതൽ ജീവിക്കാനുള്ള ഈശോയെ കൈമാറാനുള്ള അവരുടെ പ്രത്യാശയുമെല്ലാം നാം കണ്ടെടുക്കുന്നതും വായിച്ചെടുക്കുന്നതും ജീവിതം അനുഭവിക്കുന്നതുമെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ജോനിതയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും, അതുപോലെ തന്നെ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത മകൻ്റെ അലർജിയുടെ ഒരു വലിയ സൗഖ്യം കൂടി അവർക്കുണ്ടായി. ഉടമ്പടി എടുത്ത് അവർ പുതുക്കിയതിന് ശേഷം അവർക്ക് വളരെ പെട്ടെന്ന് മകനെ 3 ദിവസം കൊണ്ട് നേർച്ച വസ്തുക്കളുടെ ഉപയോഗം മൂലം വളരെ കാലമായി ഉണ്ടായിരുന്ന അലർജി മാറി, അവൻ്റെ തുമ്മലെല്ലാം മാറി വളരെ സൗഖ്യത്തോടെ ഇന്ന് ആൽത്താരയിൽ കയറി നിൽക്കാൻ ഈ മകനെ അനുവദിച്ചു. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സങ്കടങ്ങളെയും പരിശുദ്ധ അമ്മയെ ഏൽപ്പിച്ച് നല്ല ഒരു കയ്യടിയോടെ പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി മാറ്റിയതിന് മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് സരിത, എൻ്റെ ഭർത്താവ് ശൈലേഷ്, മകൾ സരിത, മകൾ ഐശ്വര്യ, മോഹൻ അഭിഷേക്, എൻ്റെ സഹോദരൻ സജീവ്.
ഞാൻ ആദ്യമായി കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് ഞാനൊരു കടയിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ ചേച്ചി മുഖേനയാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയാൻ സാധിച്ചത്. ചേച്ചി ഓരോ സാക്ഷ്യങ്ങളും പ്രാർത്ഥനകളും ഇട്ട് തന്ന് അങ്ങനെ കൃപാസനത്തിനെ കുറിച്ച് എനിക്ക് ആ ചേച്ചിയിലൂടെയാണ് അറിയാൻ പറ്റിയത്. ഞാൻ ഇവിടെ വന്ന് ഓഗസ്റ്റ് 23, 2024 ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ സാക്ഷ്യം എൻ്റെ മകളുടെയാണ്. എൻ്റെ മകൾ ഐശ്വര്യ +2 പഠിക്കുന്ന സമയത്ത് ഇച്ചിരി ഉഴപ്പിലായിരുന്നു ആള്. മര്യാദയ്ക്ക് പഠിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവളുടെ ഈ പഠിത്തത്തിൻ്റെ ബുദ്ധിമുട്ട് കാരണം കൊണ്ട് നമുക്ക് 1-2 സ്കൂളുകളൊക്കെ മാറ്റേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സ്ട്രീം വേറൊരു സ്കൂളിലേക്ക് മാറുമ്പോൾ സ്ട്രീം ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ ആനുവൽ എക്സാം സമയത്ത് സാധാരണ എല്ലാ പിള്ളേരും പരീക്ഷ എഴുതുന്നതിൻ്റെ ഒപ്പം അവൾക്ക് എഴുതാൻ പറ്റത്തില്ല. സ്ട്രീം ചേഞ്ച് ആയതുകൊണ്ട് പരീക്ഷ എഴുതും പോലെ അവൾക്ക് എഴുതാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആകെ ബുദ്ധിമുട്ടിലായി. എന്താ വെച്ചാൽ റിസൾട്ട് വരുമ്പോൾ മകൾ എല്ലാവരും +2 റിസൾട്ട് വരുമ്പോൾ മകൾ ഫെയിലായി എന്നുള്ളതല്ലേ ദൈവമേ ഞങ്ങൾക്ക് പറയേണ്ട ഒരു അവസരം വരുന്നതെന്ന് ഓർത്ത്. പക്ഷേ ദൈവമാതാവിൻ്റെ കൃപ കൊണ്ട് പരീക്ഷ പബ്ലിക് എക്സാമിൻ്റെ ഒരാഴ്ച മുന്നേ തന്നെ ഇവൾക്ക് മെയിൽ വന്നു സ്കൂളിലോട്ട്, ഐശ്വര്യയ്ക്ക് പരീക്ഷ എഴുതാനുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എല്ലാ പിള്ളേരുടെ ഒപ്പം മോൾക്ക് സ്ട്രീം ചേഞ്ച് ആയാലും പരീക്ഷ എഴുതാനുള്ള ഒരു അനുഗ്രഹം അമ്മ മാതാവ് നൽകി അനുഗ്രഹിച്ചു. പിന്നെ രണ്ടാമതായിട്ട് മോളുടെ തന്നെയാണ്. അവളുടെ റിസൾട്ട് പരീക്ഷയുടെ ദിവസം ആള് ഇവിടുന്ന് അച്ഛൻ്റെ ധ്യാനത്തിൽ പറയുന്നുണ്ടായിരുന്നു, റിസൾട്ട് മാതാവിൻ്റെ കൃപ കൊണ്ട് റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികൾക്ക് നല്ലൊരു മാർക്കോട് കൂടി പാസ്സാവാനുള്ള അനുഗ്രഹം മാതാവ് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അന്നത്തെ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ രാവിലത്തെ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് ഒരു 7:45 സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ മാഴവില്ല് പ്രത്യക്ഷപ്പെട്ടു. അവൾക്ക് 79% കൂടി ആൾ CBSE പാസ്സായി. പിന്നെ പരീക്ഷ എഴുതാൻ പ്രിൻസിപ്പൾ പറഞ്ഞത് പ്രിൻസിപ്പളിൻ്റെ റിസ്കോട് കൂടിയിട്ട് അവളിനെ പരീക്ഷ എഴുതിക്കാം, കുട്ടി ഫെയിലായാലും ആ റിസ്ക് പ്രിൻസിപ്പൾ അണ്ടർടേക്ക് ചെയ്യാന്നുള്ള ഒരു നിബന്ധന മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് അങ്ങനെ ഒരു വാക്ക് കൊടുത്തിട്ടാണ് എൻ്റെ മോളിനെ പരീക്ഷ എഴുതിച്ചത്. പക്ഷേ ദൈവമാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് 79% വാങ്ങിയിട്ട് എൻ്റെ മോള് CBSEയിൽ ഉന്നത വിജയം നേടി. പിന്നെ അതിന് മുന്നേ അവിടെ ഒരു പ്രാക്ടിക്കൽ എക്സാം എഴുതിയിരുന്നു. പ്രാക്ടിക്കൽ എക്സാം എഴുതി പരീക്ഷ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ മോള് ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് മോൾക്ക് ഉള്ളിൽ ആരോ പറയുന്നതായി തോന്നിച്ചു, 2 ക്വസ്റ്റ്യൻ വിട്ടിട്ടുണ്ടല്ലോ, ഒന്നും കൂടി റീചെക്ക് ചെയ്യുന്നു. അപ്പോൾ അവൾ അങ്ങനെ റീചെക്ക് ചെയ്തപ്പോൾ 2 ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ അവൾക്കത് എഴുതാനുള്ള ഒരു ഓർമ്മിപ്പിച്ച് അമ്മ മാതാവ് അവളെ അനുഗ്രഹിച്ചു. പിന്നെ രണ്ടാമതായിട്ട് എൻ്റെ ജോലിക്കാരിയാണ്. ഞാൻ ഒരു തുണിക്കടയിലാണ് ആദ്യം പോയിട്ടുണ്ടായിരുന്നത്. സാമ്പത്തികമായി നല്ല ബുദ്ധിമുട്ടായ കാരണം കൊണ്ട് കിട്ടിയ ജോലിക്ക് പോവാം എന്നുള്ളതിൽ ഞാൻ ജോലിക്ക് പോയത് തുണിക്കടയിലായിരുന്നു ആദ്യം. ആ ചേച്ചിയാണ് എനിക്ക് കൃപാസനത്തിനെ പരിചയപ്പെടുത്തി തന്നതും. അവിടുന്ന് രാവിലെ ഒരു 10 മണിക്ക് പോയ രാത്രി 8:30 വരെ ഞാൻ നിൽക്കണമായിരുന്നു തുണിക്കടയിൽ. അപ്പോൾ ഞാൻ നിയോഗമായിട്ടൊന്നും വെച്ചില്ല. ഞാൻ അമ്മ മാതാവിനോട് മനസ്സിൽ പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ എനിക്ക് 8:30 എന്ന് പറയുമ്പോൾ എനിക്ക് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എൻ്റെ മക്കളെ നോക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. എനിക്ക് ഇച്ചിരി നേരത്തെ ജോലി കഴിഞ്ഞ് വീട്ടിലെത്താനുള്ളൊരു ജോലി എനിക്ക് തരപ്പെടുത്തി തരണമെന്ന് ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചിരുന്നു. അവിടുന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് മുഖേന നല്ലൊരു ജോലി അക്കൗണ്ടൻ്റായിട്ട് എനിക്ക് കയറാൻ പറ്റി. എനിക്ക് ടൈം 10 to 5 ആയിരുന്നു. അത് കാരണം കൊണ്ട് എനിക്ക് വീട്ടിൽ വന്ന് എൻ്റെ മക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും എനിക്ക് പറ്റി. പിന്നെ അതേപോലെ നല്ല സാലറിയോട് കൂടിയിട്ട് എനിക്ക് അവിടെ കയറാൻ പറ്റി. പിന്നെ 1 ഇയർ ആവുന്നതിന് മുൻപേ തന്നെ എനിക്ക് ഇൻക്രിമെൻറ്റ് 5% ഇൻക്രിമെൻറ്റ് തന്ന് തന്നെ മാതാവ് അനുഗ്രഹിച്ചു. നല്ലൊരു സാലറിയിലാണ് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത്. മൂന്നാമതായിട്ട് എൻ്റെ സഹോദരൻ്റെ കാര്യമാണ്. സജീവ് ആള് 27 വർഷമായിട്ട് നല്ല മദ്യപാനായിരുന്നു. കുടുംബത്തിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ആളുടെ മദ്യപാനം കാരണം കൊണ്ട്. ഒരു ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ എന്തിനു പോയി കഴിഞ്ഞാലും എന്താ പറയുക, ഭയങ്കര മാനസിക ബുദ്ധിമുട്ടായിരുന്നു. എന്താ വെച്ചാൽ മദ്യപിച്ചിട്ടാണ് ഇവൻ ആ ഫംഗ്ഷന് വരിക. അപ്പോൾ അമ്മയ്ക്കാണെങ്കിലും അച്ഛനാണെങ്കിലും എല്ലാവർക്കും ഭയങ്കര മാനസിക ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാനും ഏട്ടന് ഇതേപോലെ പ്രാർത്ഥനകളും ഉടമ്പടിയൊക്കെ അയച്ചു കൊടുത്തു. അപ്പോൾ അവൻ പറഞ്ഞു ചില സമയത്ത് ഞാനും മാതാവിനെ ഈ പള്ളി സ്വപ്നം കാണാറുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വന്നിട്ട് ഉടമ്പടി എടുത്തു. ജൂലൈ 30 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. 2025 ജൂലൈ 30 അന്ന് മുതൽ ആൾ മദ്യപിച്ചിട്ടില്ല, മദ്യപാനം നിർത്തി. പിന്നെ ഉള്ളത് KSFE ഒരു ചിട്ടി വിളിക്കാൻ ഞാൻ പോയതായിരുന്നു. അങ്ങനെ ചിട്ടി വിളിക്കാൻ പോയിട്ട് അവിടെ നമ്മൾ
ആധാരം വെച്ചിട്ടായിരുന്നു ചിട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആധാരം വെച്ചാൽ പോലും ബാക്കി ഒരു 80,000 രൂപയുടെ എന്തെങ്കിലും ഒരു ഈട് നമ്മൾ അവിടെ കൊടുത്താൽ മാത്രമേ ആ ഫുൾ എമൗണ്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യത്തുള്ളൂ എന്ന് അവർ പറഞ്ഞു. പക്ഷേ അപ്പോൾ ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, മാതാവ് എൻ്റെ കയ്യിലൊന്നുമില്ല, എനിക്ക് ഈ തുക കിട്ടും വേണം, ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത KSFE മാനേജർ ആള് പറഞ്ഞു, എൻ്റെ വേവിൽ ഞാൻ 50,000 രൂപ വേവ് ചെയ്ത് തന്നോളാന്ന് പറഞ്ഞ് 50,000 രൂപയും കൂടി എനിക്ക് തന്നു. ബാക്കി 30,000 രൂപ ചിട്ടിയുടെ എമൗണ്ടായിട്ട് അവരവിടെ 3 മാസത്തെ ചിട്ടിയുടെ എമൗണ്ടായിട്ട് അവരവിടെ പിടിക്കുക ചെയ്തത്. അങ്ങനെ ഒരു കൃപ കൂടി എനിക്ക് ദൈവമാതാവ് തന്ന് അനുഗ്രഹിച്ചു. പിന്നെ അതേപോലെ അച്ഛൻ ഇവിടെ ഒരു ധ്യാനത്തിൽ പറഞ്ഞിരുന്നു, 40 ദിവസത്തിൻ്റെ ഉള്ളിൽ ചിലവരുടെ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു തീരുമാനമാവുമെന്ന് പറഞ്ഞിരുന്നു. കുറച്ച് മുന്നേ ഉള്ള ധ്യാനത്തിലാണ് പറഞ്ഞിരുന്നത്. ആ 40ാമത്തെ ദിവസം തന്നെ, അത് സെപ്റ്റംബർ 24 എൻ്റെ ഓർമ്മ, സെപ്റ്റംബർ 24 തന്നെ എൻ്റെ മക്കളുടെ ഫീസ് അടയ്ക്കാൻ പോലും എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ അക്കൗണ്ടൻ്റായി വർക്ക് ചെയ്യണ അവിടുത്തെ മേഡത്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് എന്താ ഞാൻ ജോലി ചെയ്യുന്നോടന്ന് എണീറ്റിട്ട് എനിക്ക് പോയിട്ട് മേഡത്തിനോട് ഇതൊന്ന് പറയുമെന്ന് തോന്നി, എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി. അപ്പം ഞാൻ പോയി പറഞ്ഞപ്പോൾ മേഡം പറഞ്ഞു, ഇപ്പോൾ എത്ര രൂപയാണ് വേണ്ടത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു 50,000 രൂപ വേണം പറഞ്ഞു. അപ്പോൾ ഓൺ ദി സ്പോട്ടിൽ മേഡം എനിക്ക് 50,000 രൂപ തന്ന് അനുഗ്രഹിച്ചു. പിന്നെ അതേപോലെ തന്നെ വീണ്ടും 10-25 ലക്ഷം രൂപ കടബാധ്യതയുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ ഒത്തിരി പലിശയുടെ കടങ്ങളൊക്കെ ഉള്ള കാരണം ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ അങ്ങനെ ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ തന്നെ മേഡം പറഞ്ഞു, എന്നാൽ ആധാരം വല്ലതും കയ്യിലുണ്ടെങ്കിൽ കൊടുന്നു കഴിഞ്ഞാൽ നമുക്ക് ലോണ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആധാരം കൊടുന്നു വെച്ചു. 7.5 ലക്ഷം രൂപ എനിക്ക് ലോൺ അവിടുന്ന് തന്ന് അനുഗ്രഹിച്ചു. 1 രൂപ പോലും ഇൻട്രസ്റ്റ് കൊടുക്കാതെ മാസം എനിക്ക് പറ്റാവുന്ന തുക എത്രയാണോ സരിതയ്ക്ക് അടയ്ക്കാൻ പറ്റുന്നത് അത്രയും തുക മാസം അടച്ചിട്ട് മെല്ലെ വീട്ടിയാൽ മതി, 1 രൂപ പോലും ഇൻട്രസ്റ്റ് വേണ്ടാന്ന് പറഞ്ഞു. അതിനും എന്നെ മാതാവ് അനുഗ്രഹിച്ചു. ഇത്രയൊക്കെയാണ് എൻ്റെ അനുഗ്രഹങ്ങൾ. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് പത്രപ്രവർത്തനം ചെയ്യാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ പ്രാർത്ഥനകൾ ഞാൻ സ്റ്റാറ്റസ് ഇടും, പിന്നെ എല്ലാവർക്കും അയച്ചു കൊടുക്കാറുണ്ട് പേഴ്സണലായിട്ട്. പിന്നെ നമ്മൾ ചോറ് പൊതി മേടിച്ചിട്ട് കൊടുക്കുവാറുണ്ട്. പിന്നെ നമ്മളുടെ അടുത്ത് ഇങ്ങനെ സഹായങ്ങൾ ചോദിച്ചു വരുന്നവർക്ക് നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷേ ചിലവരൊക്കെ ഈ മദ്യപിച്ചിട്ടും ഇവരൊക്കെ വന്നിട്ട് 10 രൂപ തരുമോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഞാൻ കൊടുക്കാറില്ല. അവരുടെ അടുത്ത് ഫുഡോ അങ്ങനെ എന്താ വേണ്ടിച്ച് മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓൺലൈനിലൂടെ കുറേ പേര് സഹായഹസ്തങ്ങൾ ചോദിക്കുമ്പോൾ എന്നെ കൊണ്ടാവുന്ന തുക ഞാൻ അവർക്ക് കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. പിന്നെ ആത്മീയ ജീവിതം ബൈബിള് വായിക്കാറുണ്ട്, പ്രാർത്ഥനകൾ മുടങ്ങാതെ എത്തിക്കാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ദിവസം പോലും ഞാൻ കൂടുതലും കേൾക്കുന്നത്, ഞാൻ ഓഫീസിൽ വർക്കിംഗ് ആയ കാരണം കൊണ്ട് എനിക്ക് അവിടെ പ്രാർത്ഥനകളൊന്നും ഉറക്കം വയ്ക്കാൻ പറ്റാത്തതുകൊണ്ട്, പക്ഷേ ഞാൻ ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങളാണ് ഞാൻ കൂടുതലും ഓഫീസിലിരുന്നിട്ട് അങ്ങനെ കേൾക്കാറുണ്ട്. അങ്ങനെ ആത്മീയമായിട്ട്. പിന്നെ അതേപോലെ നിൽക്കുമ്പോഴും നടക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും സ്വർഗസ്നായി നന്മ നിറഞ്ഞ വിശ്വാസ പ്രമാണം ഇതെല്ലാം ഞാൻ ചെല്ലാറുണ്ട്. അങ്ങനെ ആത്മീയമായിട്ടും ഒരുപാട് എനിക്ക് വളരാൻ സാധിച്ചിട്ടുണ്ട്. ഇത്രയും കൃപ തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. ഇനിയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി മാറ്റുവാനുള്ള അനുഗ്രഹം എനിക്ക് തരണേ എന്ന് അമ്മയോട് ഈശോനാഥനോട് ഞാൻ അപേക്ഷിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 9-ാം തിരുവചനമാണ് നാം കേട്ടത്. നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തിന് മുൻപിൽ തുറന്നു പറയുമ്പോൾ ദൈവം നമ്മെ നയിക്കുന്ന വഴികൾ തിരിച്ചറിയാനും കൈവിടാതെ നിരാശപ്പെടാതെ പ്രാർത്ഥിക്കാനുമാണ് ഈശോയും അമ്മയും നമ്മെ വിളിക്കുന്നത്. വൈകിയാലും ദൈവം നമുക്ക് മറുപടി നൽകുമെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. ഇവിടെ വരുന്ന ഓരോരുത്തരും കണ്ണീരിൽ നിരാശയിൽ അന്വേഷിക്കുന്നു, കൈവിടാതെ മുട്ടുന്നവരാണ് നമ്മളിൽ പലരും. ഉത്തരമില്ലെന്ന് തോന്നുന്ന നിമിഷത്തിലും പ്രാർത്ഥന നിർത്താതെ ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കുന്നതാണ് ഉടമ്പടി ജീവിതത്തിൽ ഓരോ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഉടമ്പടി മക്കൾ, ദൈവമക്കൾ. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ കണ്ണുനീരോടെ വന്ന് കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഈശോയും അമ്മയും കേൾക്കാതിരുന്നിട്ടില്ല. അങ്ങനെയുള്ളൊരു വലിയ സാക്ഷ്യമാണ് സരിത എന്ന സഹോദരി നമ്മളോട് ഷെയർ ചെയ്തത്. ഈ മകളുടെ
മകൾ ബോർഡ് എക്സാമിന് പോയപ്പോൾ പരീക്ഷ എഴുതാനായിട്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. പരീക്ഷയ്ക്ക് മുൻപ് ഒരു മുട്ടിപ്പോടെ പ്രാർത്ഥിച്ചു. പിന്നീടാണ് മെയിൽ വന്നത് പരീക്ഷ എഴുതാമെന്ന്. 51 പേര് പ്രാക്ടിക്കൽ എക്സാമിന് എഴുതാനുണ്ടായിരുന്ന എക്സാമിൽ ഈ മോൾക്ക് പിന്നെയും ഒരു തടസ്സമായിരുന്നു. വീണ്ടും അവരുടെ തന്നെ സ്കൂളിൻ്റെ തന്നെ കോളേജിൻ്റെ തന്നെ റിസ്കിൽ ഈ മകളെ പരീക്ഷ എഴുതാൻ അനുവദിക്കുകയായിരുന്നു. ഈശോയോടും അമ്മയോടും മുട്ടിപ്പോടെ പ്രാർത്ഥിച്ച ഈ അമ്മയുടെ പ്രാർത്ഥന ഈശോയും അമ്മയും കേൾക്കാതിരുന്നില്ല. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് ഈ മകൾക്ക് 79% മാർക്ക് ലഭിച്ചത്. നമുക്ക് പലപ്പോഴും അസാധ്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് മുട്ടിപ്പോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയും അമ്മയും അങ്ങ് ഏറ്റെടുക്കുന്നത്. പിന്നീട് ഈ മകൾ വെച്ചത് ജോലിയുടെ ഒരു കാര്യമായിരുന്നു. ഒരു ജോലി ഉണ്ടായിരുന്നു. ഉടമ്പടി വന്ന ശേഷമാണ് ഒരു നല്ലൊരു അക്കൗണ്ടൻ്റായിട്ട് ജോലി കിട്ടുകയും പിന്നെ സാലറിയുടെ ഒരു ഇൻക്രിമെൻറ്റ് എത്രയും പെട്ടെന്ന് ഈ മകൾക്ക് കിട്ടുകയും ചെയ്തത്. ഉടമ്പടി എടുത്ത ഉടനടി സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ്. നമ്മുടെ ഓരോ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഇവിടെ വന്ന് നിരാശയോടെ കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ അമ്മയെല്ലാം ഈശോയോട് പറയുകയാണ്. അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, അവർക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുന്നില്ല, അവർക്ക് രോഗമാണ്. കാനായിലെ കല്യാണത്തിന് വീഞ്ഞില്ലെന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇന്നും പരിശുദ്ധ അമ്മ നമ്മൾ കണ്ണീരോടെ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ഈശോയിലേക്ക് കൊണ്ടു ചെല്ലുന്നത്. അങ്ങനെയാണ് ഈ മകൾക്ക് ജോലിയുടെ കാര്യവും എല്ലാം ഭംഗിയായിട്ട് തന്നെ നടത്തി കൊടുത്തു. പിന്നീടാണ് 42ാമത്തെ ദിവസം അച്ഛൻ്റെ ഒരു ടോക്കിൽ പറഞ്ഞു, 42 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരു കാര്യം കിട്ടാകിടക്കുന്ന ഒരു കാര്യം സാധിക്കുമെന്ന്. ഉടമ്പടി ടോക്ക് കേൾക്കുമ്പോഴും സെഷൻ കേൾക്കുമ്പോഴും ധ്യാനം കേൾക്കുമ്പോഴും എല്ലാം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് നമ്മളോട് പല കാര്യങ്ങളും പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വിശ്വാസമാണ് ഈ മകൾക്കുണ്ടായിരുന്നത്. ആ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോഴാണ് 42ാമത്തെ ദിവസം ഈ മകൾക്ക് ഫീസ് കൊടുക്കേണ്ട ദിവസമായിരുന്നു. അന്ന് തന്നെ ഫീസിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും ഈശോയും അമ്മയും ചെയ്തു കൊടുത്തു. പെട്ടെന്ന് തന്നെ ചിട്ടിയും വീണു. ഇതെല്ലാം ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ കാണുന്ന വലിയ വലിയ അത്ഭുതങ്ങളാണ്. ഈശോയുടെയും അമ്മയുടെയും ഇടപെടലുകളാണ്. പിന്നീടുള്ളൊരു വലിയ സാക്ഷ്യം, 27 വർഷം കഴിഞ്ഞിട്ട് ഈ മകളുടെ സഹോദരൻ ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ഉടമ്പടി എടുത്ത് നല്ലൊരു ആത്മീയ ജീവിതമാണ് നയിക്കുന്നത്. മദ്യപാനത്തിൽ നിന്നുള്ളൊരു വിടുതൽ കൊടുക്കണമെങ്കിൽ നമുക്ക് സാധ്യമാണെന്ന് തോന്നുന്നില്ല. പക്ഷെങ്കിൽ ഈശോയും അമ്മയും ഇടപെട്ടാൽ എന്താണ് സാധിക്കാത്തത്? ആ മകൻ ഇന്ന് ഈശോയുടെയും അമ്മയുടെയും ഒരു സാക്ഷിയായിട്ടാണ് ഈ അൾത്താരയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് ഈ സഹോദരിയോടൊപ്പം നിൽക്കുന്നത്. നമ്മുടെ ഓരോ പ്രാർത്ഥനയും നമ്മൾക്ക് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ അയൽപക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുന്ന ഒരു ഈശോയും അമ്മയുമാണ് നമ്മുടെ കൂടെയുള്ളത്. നമുക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഓരോ കാര്യങ്ങളും ഈശോയുടെ അമ്മയുടെ നിയോഗമായിട്ട് സമർപ്പിക്കുമ്പോൾ നമ്മൾക്കും വിശ്വസിക്കാം. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറക്കപ്പെടുമെന്ന് നമുക്കും വിശ്വസിക്കാം. നമ്മുടെ ജീവിതവും ഈശോവും അമ്മയെയും പൂർണ്ണമായി സമർപ്പിച്ച് ഉടമ്പടി ജീവിതം ഭക്തിയോടെ വിശ്വാസത്തോടെ ഈശോയുടെയും അമ്മയുടെയും കരങ്ങൾ പിടിച്ച് നമുക്ക് മുന്നോട്ട് നയിക്കാം. സരിതയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി. യേശുവേ. ഈ അൾത്താരയിൽ ഞങ്ങൾക്ക് അവസരം ഉണ്ടാക്കി തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. എത്ര പറഞ്ഞാലും തീരാത്ത അനുഗ്രഹങ്ങളാണ് ഈശോ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നിരിക്കുന്നത്. ഞങ്ങൾ വന്നിരിക്കുന്നത് ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്ത് നാലാഞ്ചിറ ഞങ്ങളുടെ ഇടവക പട്ടം സെൻറ്റ് മേരീസാണ്. ഞങ്ങൾ ആദ്യമായിട്ട് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് 2019 19 ഈ ആലപ്പുഴയിൽ നിന്ന് ഒരു ചാച്ചൻ്റെ ഒരു ബന്ധു, ഒരു ചേച്ചി ആലപ്പുഴയിൽ നിന്ന് ഒരു ദിവസം ഞാൻ നേഴ്സാണ്, പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ കാണാം ചേച്ചി രാവിലെ ഞങ്ങളുടെ വീട്ടിൽ വന്നു. ഞാൻ ചോദിച്ചു, ചേച്ചി എന്ത് പറ്റി രാവിലെ വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ കുറേ പേപ്പറിൻ്റെ കട്ടുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു, മോളെ ഇത് കൃപാസനം എന്ന് പറഞ്ഞൊരു പള്ളിയുടെയാണ്, അവിടുത്തെ ജോസഫ് അച്ഛൻ ഞങ്ങളെ ഓരോ സ്ഥലങ്ങളിലും പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ട്രിവാൻഡ്രത്ത് നിന്ന് ഈ ആലപ്പുഴയിൽ നിന്ന് ചേച്ചിക്ക് കൊടുത്തിരിക്കുന്ന സ്ഥലം ട്രിവാൻഡ്രം പാളയം പള്ളി അടുപ്പിച്ചുള്ള ആ ഏരിയയാണ് ചേച്ചിയുടെ ലൊക്കേഷൻ. അങ്ങനെ ചേച്ചി കൃപാസനത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ഞാൻ കേട്ടെങ്കിലും അത്ര എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ
ചെയ്യാൻ പറ്റിയില്ല. എങ്കിലും ഞാൻ ഈശോയോട് ഒത്തിരി കുഞ്ഞുനാൾ മുതലേ അപ്പച്ചനും അമ്മച്ചിയും പഠിപ്പിച്ച് തന്ന രീതിയിൽ ഞങ്ങൾ പ്രാർത്ഥനകളൊന്നും മുടക്കുകയോ നല്ല രീതിയിൽ ഈശോ അറിഞ്ഞു തന്നെയാണ് വളർന്നത്. എങ്കിലും ഈ പേപ്പറിൻ്റെയും പിന്നീട് മെഴുകുതിരി അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒത്തിരി അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വയ്യായിരുന്നു. എങ്കിലും ഞാനത് എല്ലാം ക്ഷമയോടുകൂടി കാട്ടി എന്തായാലും ഈ ചേച്ചി പറയുന്ന ഈശോയുടെ കാര്യങ്ങളല്ലേ എന്ന് പറഞ്ഞിട്ട് അതെല്ലാം അക്സെപ്റ്റ് ചെയ്തു. ചേച്ചിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. സന്തോഷത്തോടുകൂടി ചേച്ചിയെ സഹായിക്കാൻ പറ്റുന്നതൊക്കെ ചെയ്തു. എന്നിട്ട് ചേച്ചി അങ്ങനെ ആ പേപ്പർ എൻ്റെ കയ്യിൽ കുറച്ച് പേപ്പർ തരുകയും ചെയ്തു. ഞാനതെല്ലാം വായിച്ചപ്പോൾ എനിക്ക് ശരിക്കും ഒരു ഹൃദയത്തിൽ ശരിക്കും സ്പർശിച്ചു. ഈശോയുടെ സ്പർശനമുള്ളൊരു പേപ്പറായിട്ട് തന്നെ അതൊക്കെ തോന്നി. എന്നിട്ട് ഞാൻ വർക്ക് ചെയ്തത് ലാസ്റ്റ് ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്യേണ്ടതുണ്ടെന്ന് മെൻ്റൽ ഹോസ്പിറ്റലായിരുന്നു. ഞാൻ അവിടുത്തെ ഹെഡ് നഴ്സായിരുന്നു ആ സമയത്ത്. അപ്പം എനിക്ക് കിട്ടിയിരിക്കുന്ന എൻ്റെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഫോറൻസിക് വാർഡാണ്. അവിടെ എല്ലാം ക്രിമിനൽ പേഷ്യൻ്റ് മാത്രമാണുള്ളത്. അതായത് ജയിൽ നമ്മുടെ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രമാദമായ പല കേസുകളും അകപ്പെട്ടിട്ടുള്ള ഒത്തിരി പേരുണ്ട് അവിടെ വന്നിട്ട്, ചെറുപ്പക്കാരായ പിള്ളേരുണ്ട്. അപ്പോൾ ആ വാർഡാണ് എനിക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ ഞാൻ ഈ പേപ്പറെല്ലാം അവിടെ കൊണ്ടുവന്ന് എൻ്റെ വാർഡിൽ, അതൊരു ജയിൽ വാർഡാണ്, മതിലൊക്കെ ഒത്തിരി ഹൈറ്റുള്ള വാർഡാണ്. അപ്പോൾ ഞാൻ അവിടെ കൊണ്ടുവന്ന് എൻ്റെ ആ പേഷ്യൻസിന് ശരിക്കും പറഞ്ഞാൽ ആ പേഷ്യൻസ് എല്ലാം ഓരോരുത്തരായിട്ട് ഇങ്ങനെ കാത്തിരിക്കും. ഞാൻ വരുമ്പോൾ അവരോട് സംസാരിക്കാനും എൻ്റെ ആദ്യത്തെ ജോലി അതാ. എൻ്റെ പേഷ്യൻസിനോട് കഴിഞ്ഞിട്ട് എനിക്ക് എന്തുള്ളൂ. ഞാനപ്പോൾ ഓരോ പേഷ്യൻ്റെയും അടുത്ത് ഞാൻ സെല്ലിൽ ചെന്ന് ഈ പേപ്പർ കൊടുക്കുക, അവരോട് ഈശോയെക്കുറിച്ച് പറയുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ അതായിരുന്നു എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം അപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അത് 2019 പകുതിയായി. 2020 എൻ്റെ പെൻഷൻ്റെ ഡേറ്റ് വരുന്നത്. അപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഞാൻ ശരിക്കും ഗവൺമെൻറ്റിൽ നിന്ന് ലീവ് എടുത്ത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നേഴ്സിംഗ് ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അതിനുശേഷം എൻ്റെ ലീവ് കഴിയാറായപ്പോഴാണ് ഞാൻ മെൻ്റൽ ഹോസ്പിറ്റലിൽ വന്നത്. എങ്കിലും ഞാനപ്പോൾ ജൂനിയറായിട്ടാണ് വന്ന് ചേർന്നത്. എങ്കിലും എനിക്കത് ആ ഹോസ്പിറ്റലിൽ ഉപേക്ഷിച്ച് പോയാൽ എനിക്ക് ഒട്ടും പറ്റില്ല. എന്ന് വെച്ചാൽ പേഷ്യൻറ്റുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് എനിക്ക് അത്ര വലുതായിരുന്നു. അപ്പോൾ എനിക്ക് എല്ലാ സപ്പോർട്ടും തരുന്നത് എൻ്റെ അച്ഛനായിരുന്നു. അപ്പോൾ അങ്ങനെ പോയി. അപ്പോൾ ഞാനപ്പോൾ ഈശോയോട് ചോദിച്ചു, ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എന്നിട്ട് 2020 പിന്നെ ഞാൻ ഓൺലൈനിൽ ഉടമ്പടി 2019 തന്നെ എടുത്തെങ്കിലും 2020 ഞാനും അച്ഛനും എൻ്റെ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും കൂടെ ഇവിടെ വന്നു. ഞങ്ങൾ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തപ്പോൾ അതിൽ എൻ്റെ 6 നിയോഗം ഞാൻ വെച്ചിരുന്നു. അതിൽ ഒരു നിയോഗം എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു മാതാവേ, മാതാവിന് ഇത് അസാധ്യമായ കാര്യമാണ്, മനുഷ്യരിൽ അസാധ്യമാണ്. പക്ഷെ മാതാവിന് കഴിയുമെങ്കിൽ എനിക്ക് 1 വർഷം ഈശോയോട് പറഞ്ഞിട്ട് എനിക്ക് ഈ മെൻ്റൽ ഹോസ്പിറ്റൽ വിട്ടു പോകാൻ വയ്യ, എൻ്റെ പേഷ്യൻറ്റിനെ ഉപേക്ഷിക്കാൻ വയ്യ. എന്ന് വെച്ചാൽ ഞാൻ പെൻഷൻ ആകുന്നെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കൂടെയുള്ള സ്റ്റാഫുകൾക്കും പേഷ്യൻസിനും ഒത്തിരി സങ്കടമായിരുന്നു. അപ്പോൾ ഞാൻ ഈ മാതാവിനോട് പറഞ്ഞു, 1 വർഷം എങ്ങനെയെങ്കിലും എൻ്റെ മാതാവ് എനിക്കിത് എക്സ്റ്റൻഷൻ വാങ്ങിച്ച് തരണമെന്ന് പറഞ്ഞ് ഞാൻ അപേക്ഷയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് അങ്ങനെ ഇരിക്കാൻ നേരത്ത് ആ സമയത്താണ് പെൻഷൻ്റെ ഡേറ്റ് എടുത്തു. മെയ് 31 എൻ്റെ പെൻഷൻ ഡേ ആണ്. പെൻഷൻ്റെ ഡേറ്റ് 2020. അപ്പോഴത്തേക്കും കാണാം ഒരു ഓർഡർ വന്ന്. അന്ന് കോവിഡിൻ്റെ ഭയങ്കര പ്രശ്നമായിരുന്നല്ലോ ഇവിടെ. ആ കോവിഡ് വന്നതുകൊണ്ട് 1 വർഷം കൂടെ എനിക്ക് ശരിക്കും എക്സ്റ്റൻഷൻ കിട്ടി. അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെ ഒരു സന്തോഷം നിറഞ്ഞ സമയമായിരുന്നു. അതായിരുന്നു ഒന്നാമത്തെ ജോലിയിൽ കിട്ടിയ 1 വർഷം കൂടെ എക്സ്റ്റൻഷൻ കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അടുത്തത് ഒന്ന് മൂത്ത മകൻ US-ലാണ്. അപ്പോൾ ആ മോൻ്റെ കൂടെ പോകാനായിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒത്തിരി റിജക്ഷൻ വരുന്ന സമയമായിരുന്നു. ഞാനും അച്ഛനും കൂടെ ഞങ്ങൾ US വിസയ്ക്ക് കൊടുത്തു. മാതാവിൻ്റെ കൃപയാൽ 10 വർഷത്തേക്കുള്ള വിസ ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന്, അപ്പോൾ ജോലിയിൽ ഇത്രയും അനുഗ്രഹങ്ങൾ ഈശോ തന്നു. 1 വർഷം നീട്ടി കിട്ടി. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും US-ൽ പോയി, മൂത്ത മോൻ്റെ കൂടെ പോയി. അവിടെ നിന്ന് അത് കഴിഞ്ഞ് തിരിച്ച് വരാൻ നേരത്തെ വീണ്ടും മാതാവിനോട് ഒന്നും കൂടെ ചോദിച്ചു, എനിക്ക് ഇനി എന്തായിരുന്നാലും ഫ്രീ ആയിട്ട് നിൽക്കാനാവില്ല. എൻ്റെ നഴ്സിംഗ് ഫീൽഡിൻ്റെ ഞാൻ ആ വർക്ക് എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി എന്തായിരുന്നാലും പേഷ്യൻറ്റിന് വേണ്ടി എനിക്ക് ഒത്തിരി പ്രവർത്തിക്കണം. എൻ്റെ മരണം വരെ അതുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈശോ ഞാൻ ആദ്യം പ്രൈവറ്റിൽ വർക്ക് ചെയ്തത് കിംസ് ഹോസ്പിറ്റലായിരുന്നു. അവിടെ ഞാൻ വർക്ക് ചെയ്തു. 8 വർഷം അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ട്രാവൻകൂർ മെഡിസിറ്റിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഓർത്ത് എനിക്ക് മെഡിസിറ്റി കിംസിൽ നിന്നൊക്കെ വിളി ഉണ്ടായിരുന്നെങ്കിലും ഞാൻ പിന്നെ തിരഞ്ഞെടുത്ത് എനിക്ക് മെഡിസിറ്റി എൻ്റെ മനസ്സിൽ ശരിക്കും നല്ലൊരു പതിച്ച ഹോസ്പിറ്റലാണ്. കാരണം വെച്ചാൽ അവിടുത്തെ പ്രവർത്തനമൊക്കെ ഒത്തിരി നല്ലതാണ്. പേഷ്യൻറ്റിന് വേണ്ടിയൊക്കെ അവരൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നെ അവിടെ നിന്ന് ഞാൻ പെൻഷനായെന്ന് അറിഞ്ഞപ്പോൾ എന്നെ വീണ്ടും അവരവിടെ വിളിച്ചു. ഞാനപ്പോൾ അവിടെ വന്ന് നേഴ്സിംഗ് സൂപ്രണ്ടായിട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് അതിന് ശേഷം പിന്നെ വന്നതെന്ന് വെച്ചാൽ 32 വർഷമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ കാറ് കയറത്തില്ല.
അന്ന് മെയിൻ റോഡിൻ്റെ തൊട്ടടുത്താണ്, ഒരു 5 മിനിറ്റ് നടന്നാൽ മതി. പക്ഷേ എങ്കിലും കാറ് കയറാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വണ്ടി ഇടുന്ന റോഡ് സൈഡിലോ ആരുടെയും വീട്ടിലൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു തടസ്സം വന്നു. അപ്പോൾ ഒത്തിരി വർഷം കൊണ്ട് നടക്കുന്ന ഒരു പ്രതീക്ഷയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കാൻ നേരത്ത് ഉടമ്പടിയിലെ അടുത്ത നിയോഗം വഴിയെക്കുറിച്ചായിരുന്നു. അമ്മ മാതാവ് ഭയങ്കരമായിട്ട് അത്ഭുതം നടത്തി. ഈശോ കൊണ്ട് എല്ലാ കാര്യങ്ങളും പ്രവർത്തിച്ചു തന്നു എന്നുള്ളതാണ്. വെച്ചാൽ ഞാൻ യൂട്യൂബ് ഞങ്ങൾ വഴി അച്ഛൻ്റെ ജോസഫ് അച്ഛൻ്റെ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്, മുടങ്ങാതെ കേൾക്കുമായിരുന്നു. കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു സഹോദരി പറയുണ്ടായി, വർഷങ്ങൾ കഷ്ടപ്പെട്ട് ഒത്തിരി ചേച്ചി സങ്കടപ്പെട്ടാണ് പറഞ്ഞത്, എത്രയോ വർഷം കൊണ്ട് എൻ്റെ വസ്തു വിൽക്കാനായിട്ടിരിക്കുമായിരുന്നു. ആ വസ്തുവിൻ്റെ നടയിൽ, അതായത് അവരുടെ വസ്തുവിൻ്റെ സെൻട്രലായിട്ട് ഒരു പോസ്റ്റ് കിടപ്പുണ്ട്, ഗവൺമെൻറ് പോസ്റ്റ്. ആ പോസ്റ്റ് മാറാനായിട്ട് സമ്മതിക്കുന്നില്ല. ആ പോസ്റ്റ് ഇളക്കി പൊതുവഴിയിലിടാൻ ജനങ്ങൾ സമ്മതിക്കുന്നില്ല. പക്ഷേ ഈ ചേച്ചി ഒത്തിരി കഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് പല കേസ് കൊടുത്തിട്ടൊന്നും ശരിയാവുന്നില്ല. കേസ് കൊടുത്തെല്ലാം റെഡിയായി വരുമ്പോഴും നാട്ടുകാരെല്ലാം കൂടെ പോസ്റ്റ് ഇളക്കാൻ നേരത്ത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നു. അങ്ങനെ ചേച്ചി ഒത്തിരി കഷ്ടപ്പെട്ടു. അങ്ങനെ ഇരിക്കാൻ നേരത്ത് ആ ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതും പിന്നീട് ഉപ്പും തൈലവും കൊണ്ട് ആ പോസ്റ്റിൻ്റെ ചുറ്റും പ്രാർത്ഥിച്ചതും അതിനുശേഷം ആ ചേച്ചി എന്ത് ചെയ്തു, ഒരു കേസ് ഒരു വക്കീലിൻ്റെ അടുത്ത് പോയി കേസ് ഒന്നും കൂടെ കൊടുത്തു. അപ്പോൾ വക്കീൽ പറഞ്ഞു, ഈ കേസ് ഞാൻ എടുക്കത്തില്ല, കാര്യം എന്ന് വെച്ചാൽ ഒത്തിരി പ്രാവശ്യം റിജക്റ്റ് ചെയ്ത കേസാണ്, എനിക്കിത് പറ്റത്തില്ല, ആൾക്കാരെല്ലാം കൂടെ എനിക്ക് പ്രശ്നം ഉണ്ടാകുന്നു. അപ്പോൾ ഈ ചേച്ചി പറഞ്ഞതാണ്, മാതാവിൻ്റെ പിന്നീട് നമ്മുടെ ഉടമ്പടി ലോക്കറ്റ്, ആ ലോക്കറ്റ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു, ഇത് മാതാവാണ് പറയുന്നത്, നിങ്ങളൊന്ന് ദയവ് ചെയ്ത് സാറേ ഈ കേസ് സാറേ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ അയാൾ കുറച്ച് നേരം മിണ്ടാതിരുന്നിട്ട് അയാൾ ആ കേസ് ഏറ്റെടുത്തു. ആ ചേച്ചിയുടെ കേസ് വിജയിച്ചു. എന്നിട്ട് അത്ഭുതമാവണ്ണം ആ ചേച്ചിക്ക് ആ വസ്തു വിൽക്കാൻ പറ്റി, പോസ്റ്റ് മാറ്റി. ആരും അറിയാത്ത രീതിയിൽ തന്നെ അവരത് ഹാൻഡിൽ ചെയ്തു. ആരും അതിനൊരു തടസ്സവും നിന്നില്ല. അപ്പോൾ അതെൻ്റെ മനസ്സിനെ നല്ല സ്ട്രൈക്ക് ചെയ്തു. ആ സമയത്ത് ഞങ്ങളുടെ വഴിക്ക് വേണ്ടി ഒത്തിരി പ്രശ്നങ്ങൾ നടക്കുമായിരുന്നു. വഴിയിൽ എല്ലാവരും കൂടെ സഹകരിക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എങ്കിലും വഴിയെല്ലാം സാങ്ഷൻ ആയെങ്കിലും ഞങ്ങളുടെ നടയിൽ കിടക്കുന്ന പോസ്റ്റ് മാറ്റാനായിട്ട് ഒത്തിരി ഒബ്ജക്ഷൻ വന്നു. അപ്പോഴത്തേക്ക് വീണ്ടും ഞാനും അച്ഛനും അവിടെ ഒരു 4 പോസ്റ്റ് കിടപ്പുണ്ട്, ആ വഴിയിലെല്ലാം 4 പോസ്റ്റുണ്ട്. അപ്പോൾ ആ 4 പോസ്റ്റ് മാറ്റിയാലേ ഞങ്ങളുടെ പോസ്റ്റും അവർ മാറ്റാൻ സമ്മതിക്കുകയുള്ളൂ. അപ്പോൾ എന്തായിരുന്നാലും ഞങ്ങൾ ഇലക്ട്രിസിറ്റി ബോർഡിൽ പോയി ലെറ്ററൊക്കെ കൊടുത്തു. അപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇളക്കാനായിട്ട് ആൾ വന്നു. അന്നപ്പോഴത്തേക്ക് വീണ്ടും വന്നു എല്ലാം ഒരുമിച്ച് മാറ്റാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ആ ദിവസമാണ് ഞാൻ ഈ ചേച്ചിയുടെ ഈ പ്രസംഗം കേട്ടത്. അപ്പോഴത്തേക്ക് അവരെല്ലാവരും പോസ്റ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ വന്നവരെല്ലാവരും തിരിച്ചു പോയി കഴിഞ്ഞ് എനിക്ക് ഭയങ്കര നിരാശ തോന്നി. അപ്പോഴത്തേക്ക് ഞാൻ ഈശോയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഒത്തിരി നേരം കരഞ്ഞു, മുട്ടുമേൽ നിന്ന് കരഞ്ഞു. രാത്രിയിലൊക്കെ ഉണർന്നിന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഈശോയെ അറിയുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഈ മാതാവിനെ ഈശോയെ നമ്മൾ കൈവിടാതെ പ്രാർത്ഥി, നമ്മൾ ചോദിക്കുന്നതെല്ലാം ഈശോ തരുമെന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. നമ്മൾ എത്ര വേദന ഉണ്ടെങ്കിലും ഈശോയുടെ മുമ്പിലൊന്ന് കരഞ്ഞു കഴിഞ്ഞാൽ ഈശോ തരാത്ത അനുഗ്രഹങ്ങളായിട്ട് ഒന്നുമില്ല. അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. ഞാൻ ഓർത്തു, ഞാൻ എന്തിനീ മനുഷ്യരെ ഞങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. അന്ന് അച്ഛൻ ഞങ്ങളുടെ റെസിഡൻസിൻ്റെ ഒരു പ്രോഗ്രാമിന് വേണ്ടി അത്യാവശ്യമായിട്ട് അച്ഛൻ പോയിരിക്കുമായിരുന്നു. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഞാൻ ഇവിടെ ഞാൻ കൊണ്ട് ഉപ്പും ഇതും വെതറാൻ പോവുകയാണ്, ഞാൻ എന്നിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാനൊരു ബൈബിൾ വചനമൊന്ന് ആ പോസ്റ്റിലൊന്ന് എഴുതട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ എഴുതിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ വന്നിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി ഉപ്പ് കൊണ്ടുവന്ന് ആ പോസ്റ്റിൻ്റെ ചുറ്റും വെതറി. എന്നിട്ട് 2 മക്കബായർ 8:18 അവർ ആയുധത്തിലും സാഹസകൃത്യങ്ങളിലും ഏറ്റിരിക്കുന്നു, നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന കർത്താവായ ദൈവത്തിലാണ് എൻ്റെ പ്രത്യാശ, ആശ എന്നുള്ള അങ്ങനെ ആ വചനം ഞാൻ വായിച്ചിട്ട് ആ പോസ്റ്റിൽ 2 മക്കബായർ 8:18 എന്ന് എഴുതി. എനിക്കറിയത്തില്ല, ഒരു ആഴ്ച പോലും കഴിഞ്ഞില്ല. അതിനിടയ്ക്ക് ആ പോസ്റ്റ് ഞങ്ങൾക്ക് അവിടെ നിന്ന് വിടുവിച്ച് തന്നു. ഈശോ വിടുവിച്ച് തന്നു. ഞങ്ങൾക്ക് വഴി തുറന്നു കിട്ടി. 32 വർഷത്തെ തടസ്സം ഈ മാതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കിട്ടിയ ഒരു വലിയൊരു അത്ഭുതമാണത്. ശരിക്കും എനിക്ക് അറിയത്തില്ല, ഓരോന്നിനും 100 കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒരുപാട് ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ഈശോ തന്നു. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ രണ്ടാമത് ആഗ്രഹിച്ച ആശുപത്രിയിൽ കൊല്ലത്ത് എനിക്ക് നേഴ്സിംഗ് സൂപ്രണ്ട് പോസ്റ്റ് കിട്ടി. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ. അച്ഛന് അപ്പോഴത്തേക്ക് ചെറുതായിട്ട് ക്രിയാറ്റിൻ്റെ പ്രശ്നങ്ങൾ തുടങ്ങി. ഞങ്ങൾ അവിടെ ജോയിൻ ചെയ്തു. ഞാൻ അവിടുത്തെ ഹോസ്പിറ്റൽ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ പിന്നെ ക്രിയാറ്റിൻ്റെ പ്രശ്നങ്ങൾ വന്ന് വളരെയധികം മാനസികമായിട്ടങ്ങ് എല്ലാ അനുഗ്രഹങ്ങളും തന്നു കഴിഞ്ഞപ്പോൾ അച്ഛന് വയ്യാതെന്നും അപ്പോൾ എനിക്കത് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ചിറകായിട്ട് നടക്കുന്ന എൻ്റെ ഹസ്ബൻഡാണ്. എന്നിട്ട് പിന്നെ അപ്പോൾ ക്രിയാറ്റിൻ കൂടി അവസാനം കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു.
എല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അച്ഛൻ എന്നിട്ട് ഇവിടെ അച്ഛനെ ഒട്ടും വയ്യാതെ ഇവിടെ കൊണ്ടുവന്നു. അച്ഛൻ തലയെ കൈ വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ അതിൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, അച്ഛനോടൊന്ന് സംസാരിക്കണേ, അച്ഛൻ ഈ വാതുറന്നൊന്ന് കാര്യം പറയണേന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് അച്ഛൻ പറഞ്ഞിട്ട് എനിക്കൊന്നും പറയാൻ തോന്നില്ല, അച്ഛനോടൊന്നും ചോദിക്കാനൊന്നും, അച്ഛൻ എന്നെ പ്രാർത്ഥിച്ച് വിട്ടു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ കൊല്ലത്തച്ഛൻ കടവൂർ അച്ഛൻ അവിടെ ധ്യാനത്തിന് വന്നായിരുന്നു. കടവൂർ ഭയങ്കര റഷായിരുന്നു അവിടെ. ഞാനും അച്ഛനും എൻ്റെ റിലേറ്റീവ് നിർമ്മല രജിച്ചാനും അവിടെ താമസിക്കുന്ന അവർ ഞങ്ങളെ ഇനിഷ്യേറ്റ് ചെയ്ത് അച്ഛനെ കാണാനായിട്ട് അവിടെ കൊണ്ടുപോയി. അന്നത്തെ ദിവസം ഇത്രയും ജനങ്ങൾ നിന്നെടുത്ത് ആകപ്പാടെ അച്ഛനെ കാണാനായിട്ട് പെർമിഷൻ കിട്ടിയത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാനും അച്ഛനും മാത്രമാണ് ആ കോൺവെൻറ്റിൻ്റെ അവിടെ കയറാനും. അച്ഛൻ ബ്ലസ് ചെയ്ത തിരക്കിൻ്റെ ഇടയിൽ അച്ഛൻ ആ കോൺവെൻറ്റിൽ വെച്ച് പറഞ്ഞു, അച്ഛന് സർജറി ചെയ്യേണ്ടെന്ന് പറഞ്ഞു, ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വരില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒത്തിരി സന്തോഷം. ഞാൻ വിചാരിച്ചു ട്രാൻസ്പ്ലാന്റ്, അച്ഛൻ പറഞ്ഞല്ലോ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടത്, അത് ശരിയായിരിക്കും. ആക്ച്വലി എനിക്ക് ഈ ട്രാൻസ്പ്ലാന്റ് ഈ കണ്ടീഷനിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട് ഉള്ളിൽ ആഗ്രഹം, ഞാൻ ഈ ഫീൽഡിലായതുകൊണ്ട് നമ്മളിപ്പം മെഡിക്കൽ പരമായിട്ടുള്ളവർ എപ്പോഴും അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. ഞാൻ അത് ചിന്തിച്ചു അങ്ങ് നടന്നു. അച്ഛനും ട്രാൻസ്പ്ലാന്റ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള ഒരേ തീരുമാനമായിരുന്നു. അച്ഛനും ആഗ്രഹമായിരുന്നു, അച്ഛൻ നിർബന്ധിക്കുന്നില്ല. പക്ഷേ ഞങ്ങൾ എന്തായിരുന്നാലും പൈസയൊക്കെ റെഡിയാക്കി, ഡോണറെയൊക്കെ കണ്ടു, എല്ലാം റെഡിയായി. കുറേ പൈസ 3 പേര് ഞങ്ങൾ കണ്ട് 3 പേർക്കായിട്ട് പല പ്രാവശ്യമായിട്ട് പൈസയൊക്കെ ഒത്തിരി കൊടുക്കേണ്ടി വന്നു. അതെല്ലാം പോട്ടെ, അതൊന്നും കുഴപ്പമില്ല. എനിക്ക് മക്കളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു, എല്ലാവരുടെയും ബന്ധുക്കാരുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഈ മെഡിസിറ്റി, അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഡോണേഴ്സ് എന്ന് പറയുന്നത് റിലേറ്റീവ്സിനെ മാത്രമേ, ക്ലോസ് റിലേറ്റീവ്സിനെ മാത്രമേ ഇതിനെടുക്കാറുള്ളൂ. എന്നിട്ട് ഞങ്ങൾ പിന്നീട് മാർസിൽ പോയി, അവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ പോയി ഞങ്ങളുടെ ക്രോസ് മാച്ചിങ് എല്ലാം കഴിഞ്ഞു. ഈ അനസ്തീഷ്യ പ്രീ ചെക്കപ്പിന് വന്ന സമയത്ത് അച്ഛന് നോക്കിയപ്പോൾ കാണാം കാർഡിയക് ബ്ലോക്ക്, 3 ബ്ലോക്കുണ്ട്. അപ്പോൾ പിന്നെ ആകപ്പാടെ തകർന്ന വീണ്ടും പഴയ അവസ്ഥയിലോട്ട് പോയി, സങ്കടമായി. ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് 3 ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് 2 പിന്നീട് സ്റ്റെൻറ്റ് വിട്ട് 1 ഫോബോയും ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു 1 വർഷം കഴിഞ്ഞിട്ട് ഇനി സർജറി ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അച്ഛൻ്റെ വാക്കെന്ന് പറയുന്നത്, അച്ഛൻ പറയുന്നത് വെറുതെ അല്ല ജോസഫ് അച്ഛൻ പറയുന്നത്. അച്ഛൻ ചെയ്യണ്ടെന്ന് പറഞ്ഞത് ഈ കാര്യങ്ങൾ അച്ഛന് ഈശോ വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ട് തന്നെയാണ് അച്ഛൻ ഇത് പറഞ്ഞിരിക്കുന്നത്. ഇത് ചെയ്യേണ്ടി വരില്ല എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും അത് തന്നെ, ആ വാക്ക് നമ്മൾ പാലിക്കാതെ, അമ്മയും ഈശോയും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ജോസഫ് അച്ഛൻ പറയുന്നത്. അതിൻ്റെ ഒരു വള്ളി ഇടപോലും തെറ്റിപ്പോവില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പോൾ അത് എന്നിട്ട് ഞങ്ങൾ വീണ്ടും അങ്ങനെ അച്ഛൻ പറഞ്ഞിട്ടും വീണ്ടും അതിലോട്ട് തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും മൈൻഡ് മാറി. വീണ്ടും ഞങ്ങൾ സർജറിക്ക് വേണ്ടി ആളെ തിരക്കിക്കൊണ്ട് നടന്നു കഴിഞ്ഞ് പിന്നെയും ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള ആളെ കിട്ടി. അത് കഴിഞ്ഞ് ഈ 1 വർഷം കഴിഞ്ഞ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ആളെല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോൾ ഈ കഴിഞ്ഞ 2 മാസത്തിന് ഒക്ടോബറിലായപ്പോൾ അച്ഛൻ ഭയങ്കരമായിട്ട് അങ്ങ് സിക്കായെന്ന് വെച്ചാൽ നിപ്പിന് ഫുള്ളും അങ്ങ് ഇതായി, ക്രിയാറ്റിനൊക്കെ കൂടി ഒരു സ്റ്റെപ്പ് പോലും എടുക്കാൻ വയ്യ, നടക്കാൻ വയ്യ, ഭയങ്കര ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ആയി. അങ്ങനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോഴേ ഈ ട്രാൻസ്പ്ലാന്റ് എല്ലാം വർക്ക് നടക്കുവാണ്. ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോൾ കാണാം വീണ്ടും അടുത്ത ഒക്ടോബറിൽ വീണ്ടും ചെക്കപ്പ് ചെയ്തപ്പം കാർഡിയാക് ബ്ലോക്ക്. അന്നൊരു 50% ബ്ലോക്ക് ഉണ്ടായിരുന്നത്. അന്ന് 50% ഉള്ളതുകൊണ്ട് അത് ചെയ്തില്ല. ലെഫ്റ്റ് മെയിനായിട്ടുള്ളതാണ്, അത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് അതെന്ത് ചെയ്യുന്നത് വെച്ചാൽ പിന്നെ രണ്ടാമതത് പിന്നെ ഒക്ടോബറിൽ പിന്നെയും നമ്മൾ 2 ബ്ലോക്ക് ചെയ്തല്ലോ വെച്ചാൽ 2 ബ്ലോക്ക് പിന്നെ ഉണ്ടായിരുന്നു. ആ 2 ബ്ലോക്കും കൂടെ ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. അത് കഴിഞ്ഞ് ബെറ്ററായി. പിന്നെ അച്ഛനും അങ്ങ് അക്സെപ്റ്റ് ചെയ്തു. ദൈവമേ ക്ഷമയൊക്കെ ചോദിച്ചു. അച്ഛൻ പറഞ്ഞത് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ഈ നിമിഷവും പറയുന്നു, എന്ത് വന്നാലും ഇനി കുഴപ്പമില്ല, ഈശോ തരുന്നതെല്ലാം സ്വീകരിക്കാനായിട്ട് ഞങ്ങൾ 2 പേരും തയ്യാറാണ്. അത് കഴിഞ്ഞിട്ട് നവംബറിലായപ്പോൾ ഈ 1 വർഷക്കാലം ഞങ്ങൾക്ക് ഈ മണ്ണിൽ കാലുകുത്താൻ ഞങ്ങൾക്ക് പറ്റിയില്ല. ഈ രോഗത്തിൻ്റെ അതിൻ്റെ പുറകെ നടക്കുവാണല്ലോ. അപ്പോൾ ഈ നവംബറിലായപ്പം വീണ്ടും വയ്യാതെ വന്ന് പിന്നെ ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് പിന്നെ 2 ചെയ്യേണ്ടി വന്നു. 2 അങ്ങനെ ഇപ്പം 3 പ്രാവശ്യമായിട്ട് ഒരു 6 ബ്ലോക്കോളം ചെയ്യേണ്ടി വന്നു. എന്നാൽ ഇത്രയും ആരോഗ്യത്തോടു കൂടി ഈശോ ഞങ്ങൾക്ക് തിരിച്ചു തന്നു. നമ്മൾ ശരിക്കും ബൈബിളിൽ വൈദ്യനും രോഗശാന്തി എന്ന് പറഞ്ഞൊരു ബൈബിൾ ഭാഗമുണ്ട്. അതിൽ പ്രത്യേകം പറയുന്നുണ്ട് വൈദ്യന്മാരെ നമ്മൾ നിന്ദിക്കരുത്. അവർ നമ്മുടെ പ്രതിപുരുഷന്മാരായിട്ടാണ്, വൈദ്യന്മാരെ ഈശോ സൃഷ്ടിച്ചതാണ്.
അല്ല, വൈദിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഈശോ സൃഷ്ടിച്ച് തന്നെ. ഈശോയ്ക്ക് എല്ലാവരുടെ അടുത്ത് നേരിട്ട് വന്ന് ഇറങ്ങി ഒന്നും സംസാരിക്കാനായിട്ട് എപ്പോഴും പറ്റില്ല. അല്ലാതെ നമ്മളോട് സംസാരിക്കും, പക്ഷേ പ്രവർത്തിക്കാൻ ഈശോയുടെ മക്കളാണ് അവരൊക്കെ, ഡോക്ടേഴ്സും ആ വൈദ്യന്മാരും ആ സമൂഹവും എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അപ്പോൾ അവർ പറയുന്നത് നമ്മൾ അനുസരിക്കാതിരിക്കരുതെന്ന് നിയമമുണ്ട്, ബൈബിളിൽ പ്രത്യേകം ഉണ്ട്. അതനുസരിച്ചു. പക്ഷേ ഞങ്ങളിപ്പോൾ പൂർണ്ണമായിട്ട് ഈശോയിൽ ഉറച്ചു വിശ്വസിക്കുന്നു. ഈശോയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ഇത് വിടുതൽ തരട്ടെ എന്നാണ് പറയുന്നത്. പിന്നെ ഒരുപാട് ഈശോയുടെ പ്രവർത്തനം ഒത്തിരി നടന്നിട്ടുണ്ട്. പിന്നെ ഈ പ്രാർത്ഥിച്ച് ഈ മൂന്നാമത്തെ, എൻ്റെ മൂത്ത മോന് 3 മക്കളാണുള്ളത്. രണ്ടാമത്തെ മകൻ്റെ പ്രഗ്നൻസിയിൽ ആ സമയത്ത് വിളിച്ച് പറഞ്ഞായിരുന്നു, മോന് ഡോക്ടർ പറഞ്ഞു ഇത് കണ്ടിന്യൂ ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഡെലിവറി കണ്ടിന്യൂ എൻ്റെ കൊച്ചിന് കുറച്ച് പ്രശ്നങ്ങളുണ്ടാകും, അതുകൊണ്ട് ഡൗൺ സിൻഡ്രോം പോലത്തെ എന്താ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഇത് കണ്ടിന്യൂ ചെയ്യേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ പിള്ളേർ നല്ല സ്ട്രോങ് ആയിട്ട് പറഞ്ഞില്ല, എന്തായാലും ഞങ്ങളിത് അബോർട്ട് ചെയ്യത്തില്ല, ഞങ്ങളിത് കണ്ടിന്യൂ ചെയ്യുന്നത്. ഞാൻ ഇപ്പോഴും അത് ഓർക്കുന്നു. ഈശോ അത്ഭുതം അത് നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഡെലിവറി സമയത്താണ് ഞങ്ങൾക്ക് 10 വർഷത്തെ വിസ കിട്ടി ഞങ്ങളവിടെ പോയത്. പൂർണ്ണ സൗഖ്യത്തോടു നല്ലൊരു കുഞ്ഞിനെ പ്രസവിച്ചു. ഇപ്പോൾ അവന് 6-7 വയസ്സായി. അതിന് അമ്മ മാതാവിന് 100,000 നന്ദി പറഞ്ഞു. പിന്നെ ഒരു കാര്യം നടന്നതെന്ന് വെച്ചാൽ, ഈ മൂന്നാമത്തെ ഇതുപോലെ ഞങ്ങൾ മാതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലുക, കുടുംബ പ്രാർത്ഥന കഴിഞ്ഞു ഒരു ദിവസം പോലും ഞങ്ങൾ കുടുംബ പ്രാർത്ഥന മുടക്കില്ല. കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ട് മാതാവിൻ്റെ പ്രാർത്ഥന തുടങ്ങിയ സമയത്ത് മുട്ടുമേൽ നിൽക്കുന്ന കാണാം നല്ലവണ്ണം ഈശോ അത്ഭുതമാവണ്ണം മാതാവിനെ കാണിച്ചു. മാതാവ് ഒരു ഉണ്ണീശയെന്ന് വെച്ചാൽ യേശു അല്ല, ഒരു പെൺകുഞ്ഞിനെ എടുത്തുകൊണ്ട് നിൽക്കുന്നത് ഞാൻ നല്ലവണ്ണം കാണാൻ, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് നല്ലവണ്ണം നമുക്ക് കാണാൻ, എനിക്ക് നല്ലവണ്ണം ഞാനത് അനുഭവിച്ചു. അച്ഛനും ഞാനും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് എനിക്കൊരു കോള് വന്നു, എൻ്റെ മരുമകളുടെ കോളായിരുന്നു US നിന്ന്. അവൾ വിളിച്ചപ്പോൾ ഞാൻ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടും പറഞ്ഞു എനിക്ക് ഈ കാര്യം ഈ മാതാവ് ഈ ഉണ്ണീശയെ കാണിച്ചു തന്നത് ആരായിരിക്കും. അപ്പോഴാണ് ഈ കോള് വന്നപ്പോൾ ഞാൻ ഉടനെ അവളോട് ചോദിച്ചു, മോളെ നീ പ്രഗ്നൻ്റ് ആണോന്ന് ചോദിച്ചു. അപ്പോൾ അവൾ ഞെട്ടിയതുപോലെ അവൾ പറഞ്ഞു, അമ്മേ എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചു. ഞാൻ ഇത് പറയാൻ അമ്മേ ഞാൻ ഇപ്പോൾ വിളിച്ചു തരണം, റിസൾട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ, പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അത് ഡെലിവറി സമയത്ത് ഞങ്ങളവിടെ പോയിരുന്നു. ഒരു മോളെ തന്നെ മാതാവ് കൊടുത്തു, അവൾക്ക് ഞങ്ങൾ ആവാ മരിയ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഈശോ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നു. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം എന്നുകൊണ്ട് എനിക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് നല്ലൊരു എമൗണ്ട് ഞാൻ പാവങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. ഞാനൊരു ഒരു സംഘടനയിൽ, ഒരു സോഷ്യൽ സംഘടനയിൽ പ്രത്യേകം വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ കൂടെയുള്ളവർക്കും ഞാൻ ആരെ കണ്ടാലും എൻ്റെ കയ്യിൽ എന്തുണ്ടോ അപ്പോൾ ഈശോ പറയും നീ കൊടുക്കേണ്ട ആളെന്ന് എന്നെ ചൂണ്ടി കാണിച്ചു തരും. അപ്പോൾ ഞാൻ അച്ഛനറിയാം എൻ്റെ കയ്യിലിരുന്നാൽ ഒന്നും ഇരിക്കത്തില്ല, ഞാനത് ആരെ കാണുന്നോ അവർക്ക് ഞാനത് കൊടുത്തിരിക്കും. ഇല്ലെങ്കിൽ എനിക്ക് സമാധാനം. ഞാൻ അതുകൊണ്ട് പൈസയൊന്നും കംപ്ലീറ്റ് ഇങ്ങനെ ഞാൻ ഒന്നും വാങ്ങിക്കരുത്, എല്ലാം എൻ്റെ അച്ഛൻ്റെ മുഖേനല്ലാതെ ഞാൻ ഒന്നും ചെയ്യില്ല. പിന്നെ അതങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഇവിടുത്തെ പേപ്പർ വാങ്ങിച്ച് ആ പേപ്പർ കൊടുക്കുന്നുണ്ട്. പിന്നെ തൈലവും ഇപ്പം 3 ഡയാലിസിസ് വിധമാണ് ചെയ്യുന്നത്. ആ ഡയാലിസിന് പോകാൻ നേരത്ത് എല്ലാ ദിവസവും രാവിലെ ശുദ്ധ തൈലം തേച്ചിട്ടാണ് അച്ഛനെ വിടുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡയാലിസിന് ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുന്നു. പിന്നെ ആത്മീയ ജീവിതം എന്ന് വെച്ചാൽ പ്രാർത്ഥനയൊന്നും മുടങ്ങാറില്ല. ഞങ്ങൾ പള്ളിയിൽ ഡെയിലി കുർബാന കണ്ടുകൊണ്ടിരുന്നതാണ്. ഈ കൊല്ലത്ത് വന്നതിന് ശേഷം അതിനുള്ള തടസ്സങ്ങളുണ്ട്, അച്ഛന് വയ്യാതായതുകൊണ്ട് ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഞങ്ങൾ ഇത് കാണുന്നുണ്ട്, കുർബാന കാണുന്നുണ്ട്. പിന്നെ ഇന്നത്തെ ഒരു പ്രത്യേക സന്തോഷം, ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്, 38 വർഷം തികയുന്നു. അപ്പോൾ ഈശോയ്ക്ക് ഒത്തിരി നന്ദി. ആദ്യമായിട്ട് ഇപ്പോഴും ഞങ്ങൾക്ക് കയറാൻ ഇവിടെ കഴിഞ്ഞതിന് അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു. നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. സങ്കീർത്തനം 37:5 നമ്മുടെ ജീവിതത്തിലെ എല്ലാ വഴികളും സന്തോഷവും വേദനകളും ദുഃഖവും തീരുമാനങ്ങളും ഭാവികളുമെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ ദൈവമെല്ലാം ഏറ്റെടുക്കും. പരിശുദ്ധ അമ്മയും ഇത് തന്നെയാണ് നമ്മളോട് പറഞ്ഞത്. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞാണ് ജീവിതത്തിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുത്തത്. നമ്മുടെ പ്രാർത്ഥനയിലൂടെ, കണ്ണീരിലൂടെ, നിശബ്ദതയിലൂടെ ഈ ആലയത്തിൽ വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നാം ദൈവത്തെ ഭരമേൽപ്പിക്കുകയാണ്. നമ്മുടെ ഓരോ വേദനകളും സങ്കടങ്ങളും അവിടുന്ന് എല്ലാം നോക്കിക്കൊള്ളുമെന്ന് നമുക്ക് വിശ്വസിക്കാം. വിശ്വാസത്തോടെ കാത്തിരിക്കാം. ദൈവം തക്ക സമയത്ത് നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടുമെന്ന് നോക്കിക്കൊള്ളുമെന്നും നമുക്കും വിശ്വസിക്കാം പൂർണ്ണമായിട്ട്. അങ്ങനെയുള്ളൊരു വലിയ സാക്ഷ്യമാണ് റീത്ത ആൻ്റണി എന്ന സഹോദരി നമ്മളോട് ഷെയർ ചെയ്തത്. ഈ സഹോദരി പ്രാർത്ഥിച്ചതുപോലെ നല്ലൊരു ജോലി ഉണ്ടായിരുന്നു. 1 വർഷം കൂടെ നീട്ടിക്കിട്ടാനായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. ഇവരുടെ ആഗ്രഹപ്രകാരം
അമ്മ അവരുടെ കാര്യം ഈശോയിലേക്ക് സമർപ്പിച്ചു. ഇവരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ആ 1 വർഷം നീട്ടിക്കിട്ടുകയും പിന്നീട് വേറൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ഒരു നല്ല സാലറിയോട് കൂടി പുതിയ ജോലി നൽകുകയും ചെയ്തത്. ഉടമ്പടിയിലൂടെ വിശ്വസ്തയോടെ പ്രാർത്ഥിച്ചപ്പോൾ ഇവരുടെ ജീവിതത്തിൽ പല നേട്ടങ്ങളും കാര്യങ്ങളും സംഭവിച്ചതായിട്ടാണ് ഇവർ നമ്മൾ ഷെയർ ചെയ്തത്. 32 വർഷം കാറ് കയറാൻ പറ്റാത്ത ഒരു വഴിയായിരുന്നു ഒരു വലിയൊരു പോസ്റ്റ് കാരണം. അതും ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉപ്പും തേച്ച് ഉപ്പും ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് 2 മക്കാബിയർ 8:18 എന്ന വചനം ആവർത്തിച്ച് പ്രാർത്ഥിച്ച ശേഷമാണ് 32 വർഷമുള്ളത്. സമയ ചുരുക്കത്തിൻ്റെ അമ്മ എത്രയും പെട്ടെന്ന് ആ വഴി അവർക്ക് കൊടുക്കുകയും പുതിയ ഒരു വലിയ നല്ല രീതിയിൽ ഇവരെ അനുഗ്രഹിക്കുകയും ചെയ്തത്. സമയ ചുരുക്കത്തിൻ്റെ അമ്മയോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആ അമ്മ ഒരിക്കലും നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല. അമ്മ കൂടെ നിന്നാണ് എല്ലാ കാര്യങ്ങളും നടത്തിയെന്നാണ് ഈ സഹോദരി നമ്മളോട് ഷെയർ ചെയ്തത്. പിന്നീടുണ്ടായിരുന്ന ഒരു വലിയൊരു രോഗശാന്തിയായിരുന്നു. ഹസ്ബൻഡിൻ്റെ ക്രിയാറ്റിൻ പെട്ടെന്ന് തന്നെ കൂടിപ്പോവുകയും പിന്നീട് 3 പ്രാവശ്യം കാർഡിയാക് ബ്ലോക്ക് വരികയും പല പ്രാവശ്യവും ആൻജിയോപ്ലാസ്റ്റി ചെയ്യുകയും പിന്നെ അതിന് ശേഷമാണ് ഇപ്പോൾ ഈ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് നിൽക്കുന്നത്. ഇവരൊരു പറഞ്ഞ ഒരു പ്രത്യേക കാര്യമുണ്ട്. ജോസഫ് അച്ഛൻ, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഒന്നിനും പോകേണ്ട, ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോകേണ്ട എന്ന്. ഓരോ പ്രാവശ്യവും മാനുഷികമായിട്ട് നമ്മൾ വിചാരിക്കുമ്പോൾ ഈ സഹോദരി മെഡിക്കൽ സൂപ്രണ്ടൻ്റായിട്ട് ജോലി ചെയ്യുന്ന ഒരു സഹോദരി മെഡിക്കൽ ഫീൽഡിലാണ്. അതുകൊണ്ട് ആ മെഡിക്കൽ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ഉള്ളത് കാരണം ഹസ്ബൻഡിനെ പറ്റി ഒത്തിരി ടെൻഷനിലും ഉത്കണ്ഠയും കാരണമാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. ഓരോ പ്രാവശ്യവും കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിൻ്റെ എല്ലാ കാര്യവും എല്ലാം ക്ലിയറായി വരുമ്പോഴാണ് കാർഡിയാക് ബ്ലോക്കായി വരുന്നത്. അങ്ങനെ പല പ്രാവശ്യം 3 പ്രാവശ്യമാണ് അത് നീട്ടിപ്പോയത്. മാനുഷികമായിട്ട് നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും ദൈവികമായിട്ട് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്, ഒരു കാഴ്ചയുണ്ട്. നമ്മളെല്ലാം ദൈവത്തിൻ്റെ കയ്യിലേക്ക് അങ്ങ് വിട്ടുകൊടുക്കാൻ മാത്രം ചെയ്താൽ മതി. ദൈവത്തെ ഭരമേൽപ്പിക്കുക, വിശ്വാസം അർപ്പിക്കുക, അവിടെ നിന്നെല്ലാം നോക്കിക്കൊള്ളുമെന്നാണ് സങ്കീർത്തനത്തിൽ നമ്മൾ കണ്ടത്. ജോസഫ് അച്ഛന് 40 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിലും പരിശുദ്ധ അമ്മയെ നേരിട്ട് കണ്ടുള്ള അനുഭവത്തിലൂടെയാണ് നമ്മൾക്ക് ഓരോ കാര്യങ്ങളും നമ്മളോട് വെളിപ്പെടുത്തി തരുന്നത്. ജോസഫ് അച്ഛൻ പറഞ്ഞിരുന്നു ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോകേണ്ട എന്നാണ്. പക്ഷെങ്കിൽ നമ്മുടെ ഓരോ മാനുഷികമായിട്ട് ചിന്തയിലും പേടിയും ഭയവും എല്ലാം വിശ്വാസക്കുറവും നമ്മളുടെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് വെച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ദൈവത്തിന് ഓരോ പദ്ധതിയുണ്ട്. ദൈവത്തെ ഭരമേൽപ്പിക്കുമ്പോൾ, വിശ്വാസം അർപ്പിക്കുമ്പോൾ ദൈവം എല്ലാം നോക്കിക്കൊള്ളുമെന്നാണ് നമ്മൾക്ക് ഈ സാക്ഷ്യത്തിൽ നിന്നും മനസ്സിലാകുന്നത്. പിന്നീട് ഈ രോഗത്തിൽ നിന്നും ഈശോ ഇവരുടെ കൂടെ നിന്ന് മുന്നോട്ട് നയിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ജീവിതത്തിലും വിഷമപ്പെടുന്ന വേദനകളുടെയും സങ്കടങ്ങളുടെയും നിമിഷങ്ങളിൽ നമ്മൾക്ക് നമ്മുടെ ഓരോ കാര്യങ്ങളും കർത്താവിൽ ഫലമേൽപ്പിക്കാം. വിശ്വാസത്തോടെ നമുക്ക് ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. ദൈവമുണ്ട് നമ്മുടെ എല്ലാ കാര്യവും നോക്കാൻ, സംരക്ഷിക്കാൻ ഒരമ്മ നമ്മുടെ കൂടെയുണ്ട്. നമ്മളെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കാനായിട്ട് ഈശോയും അമ്മയും നമ്മുടെ കൂടെ നിൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. റീത്തായ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.